അനുഭവ സമ്പത്തുള്ള ശൈഖുനായുടെ വത്സ ശിഷ്യന്മാർ അവിടുത്തെ ഓർമ്മകൾ പങ്കുവച്ചു. നമ്മെ അതിന്റെ പരിസമാപ്തിയിൽ വലിയ ഉത്തരവാദിത്തങ്ങളും ഭാരിച്ച ചുമതലകളും ഏൽപ്പിച്ചുകൊണ്ട് ആ പ്രസംഗകന്മാർ വഴിമാറി. നാം ഇവിടെ പരിശുദ്ധ റമദാനിന് ശേഷം ഈ സ്ഥാപനവും ശൈഖുനായുടെ സ്ഥാപനത്തിലുള്ള അധ്യാപനവും വിജ്ഞാനവും നിലനിർത്താൻ വേണ്ടി പാടുപെടുകയാണ്. 50 വർഷം മുൻപ് ശൈഖുന ഇത് സ്ഥാപിക്കുമ്പോൾ അതിന്റെ 1 നൂറ്റാണ്ട് മുൻപ് സ്ഥാപിച്ച ബാഖിയാത്തിന്റെ സിലബസ് അനുസരിച്ച് ആ ബാഖിയാത്തിലുള്ള മൗലവി ഫാദിൽ ബിരുദം നൽകപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ശൈഖുന അവர்கள் ലക്ഷ്യമിട്ടത്. 150 വർഷം മുൻപ് സ്ഥാപിതമായിട്ടുള്ള ഒരു സിലബസ് അനുസരിച്ച് തികഞ്ഞ ആലിമീങ്ങൾ മാത്രം ഈ ബിരുദം നേടുന്നതിനായി ചെന്നെത്തിയിരുന്നു. ആദ്യത്തെ ബിരുദധാരികളിൽ കേരളത്തിൽ നിന്ന് അവിടെ ബാനി ഹദറത്തിന്റെ കാലത്ത് എത്തിപ്പെട്ടവരാണ് ശൈഖുന അവരുടെ വന്യപിതാവ് ബഹുമാനപ്പെട്ട അല്ലാമ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ നബറല്ലാഹു അൻഹു. അവരുടെ പുത്രനാണ് ശൈഖുന. കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ ബാനിയിൽ നിന്ന് തന്നെ സനത് മേടിച്ച ആദ്യ ബാച്ചിൽപ്പെട്ട ആലിമീങ്ങളിൽപ്പെട്ടവരാണ്. അക്കാലത്തുള്ളവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദീൻ ശൈഖുൽ മശായിഖ് അബ്ദുൽ ജബ്ബാർ ഹദറത്ത് അവർ, അതുപോലെ തന്നെ ഉസ്താദുൽ അസാദീൻ ശൈഖുൽ മശായിഖ് ശൈഖാദം ഹദറത്ത് അവർ. ഇവരൊക്കെ ബാനിയുടെ നേരിട്ടുള്ള ആദ്യ ബാച്ചിലുള്ള ശിഷ്യന്മാരാണ്. ആ കാലത്തെ ആലിമീങ്ങൾ ശൈഖുനായുടെ ബാപ്പയെ പോലുള്ളവർ വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാം മുസ്ലിയാരിൽ നിന്ന് ഫതുഹുൽ മുഈനും മഹല്ലിയും മാത്രമല്ല ജംഉൽ ജവാമിഹ് പോലുള്ള നിസ്തുല ഗ്രന്ഥങ്ങൾ തന്നെ ഓതിയിട്ടുള്ള നമ്മുടെ നാദാപുരത്തെ ഓരുടെ ഗുരുവജർ ശൈഖുൽ മശായിഖ് അല്ലാമ തറക്കണ്ടിയിലെ ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ആ മഹാൻ തറക്കണ്ടിയിലെ എന്നാണ് വടക്കേ മലബാറിൽ പേരങ്ങനെ പറയൂലല്ലോ, ആദരവ് കൊണ്ട് അവർ വിളിക്കപ്പെടുക. ആ തറക്കണ്ടിയിലെ ബാക്കിയാത്തിൽ നിന്ന് ബിരുദം നേടിയ മഹാനരാണ്. ആരാണ് അവരൊക്കെ? ആ വലിയ ആലിമീങ്ങൾ ഇൽമിൽ നേടാനുള്ളതെല്ലാം നേടി, വായിക്കാനുള്ളതെല്ലാം വായിക്കാനും, വായിച്ചാൽ അതിൽ നിന്ന് ഗ്രഹിക്കാനുള്ളതെല്ലാം ഗ്രഹിക്കാനുമുള്ള പാകത വന്ന ശേഷമാണ് മൗലവി ഫാദിൽ ബിരുദം നേടാൻ വേണ്ടി പോകുന്നത്. അത്തരക്കാർക്ക് വേണ്ടി സനദും ഇജാസത്തും നൽകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സിഹാഹുസ്തും അതുപോലുള്ള വലിയ വലിയ ഉയർന്ന കിതാബുകളും അത് വെച്ചുകൊണ്ടാണ് ബാഖിയാത്തിലെ മുത്തവ്വലിന്റെ മൗലവി ഫാദിൽ കോഴ്സിലുള്ള കിതാബുകൾ. ആ കിതാബുകൾ തന്നെയാണ് ഇന്നും ബാഖിയാത്തിൽ നമ്മുടെ ജാമിഅ അഹ്മദിയയിലും ഇന്നും ഏതാണ്ട് തന്നെയാണ്. ബാഖിയാത്തുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ശാഫിഈ മദ്ഹബിലെ മുഅ്തമദായ മുസ്താബിഹിയായ ഗ്രന്ഥം തുഹ്ഫ ഇവിടെയുണ്ട്. അത് കൂടുതലാണ്. ബാഖിയാത്തിൽ നിന്ന് ഭിന്നമായി തഫ്സീറിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ മദാരിക് എന്ന ഒരു തഫ്സീർ ഇവിടെയുണ്ട്. അത് കൂടുതലാണ്. താരീഖിന്റെ ഫന്ന് ഒരൽപ്പം അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഖുലഫാഇന്റെ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഇമാം സുയൂത്തിയുടെ താരീഖുൽ ഖുലഫ അതിവിടെ മുത്തവ്വലിലുണ്ട്. അത് ഇവിടെ അധികമാണ്. ഈ രീതിയിൽ ബാഖിയാത്തുള്ള കിതാബുകൾക്ക് പുറമെ അത്യാവശ്യം കേരളീയ സാഹചര്യത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും ആവശ്യമായിട്ടുള്ള ചില ഫന്നുകളും കിതാബുകളും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സിലബസാണ് നമ്മുടെ ജാമിഅ വഹബിയയുടെ സിലബസ്. ഈ സിലബസ് ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ തലമുറയിൽ നിന്ന് പഠിച്ചു വരുന്നവർക്ക് ദഹിക്കുമോ, പാകമാകുമോ, അവർക്ക് പചിക്കാൻ സാധിക്കുമോ? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ. ആരാണ് കടന്നു വരുന്നത്? ആർക്കാണ് പഠിപ്പിക്കേണ്ടത്? ആരാണ് അധ്യാതാക്കൾ? അവർക്കിത് ദഹിക്കുമോ, മനസ്സിലാകുമോ എന്ന് ചിന്തിക്കണം. അവർ കേട്ട് ശീലിക്കുന്നതും പഠിച്ച് ശീലിക്കുന്നതും മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നുമാണ്.
മദ്രസയിലും സ്കൂളിലും പണ്ടത്തെ പഠനമല്ല, പഠനത്തിന് രീതിക്ക് മാറ്റമുണ്ട്. നമുക്കറിയാം, ഇന്ന് കുട്ടികളെ അടിക്കാൻ പാടില്ല, ബാപ്പാർക്ക് മക്കളെ അടിക്കാൻ പാടില്ല, മദ്രസയിലെ അധ്യാപകന് മദ്രസയിലെ കുട്ടികളെ അടിക്കാൻ പാടില്ല, സ്കൂളിലെ അധ്യാപകർക്ക് അടിച്ചു പഠിപ്പിക്കാൻ പാടില്ല. അടിക്കുന്ന അധ്യാപകനെതിരെ, ഗുരുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കേണ്ട ഒരു ചെറിയ നമ്പറിൽ വിളിച്ചാൽ ഈ ബാലന്മാരെ അടിച്ച ആളുകളെ തൂക്കിക്കൊണ്ടുപോകുവാൻ ഒരു വലിയ വകുപ്പ് തന്നെയുണ്ട്. ആ വകുപ്പിൽ അഡ്വക്കേറ്റുമാരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. ആ മുസ്ലിമീങ്ങളൊക്കെ ദർസ് ഇഷ്ടപ്പെടുന്നവരല്ല, മദ്രസ ഇഷ്ടപ്പെടുന്നവരല്ല, മതപഠനം ഇഷ്ടപ്പെടുന്നവരല്ല, ദർസാണെങ്കിൽ തീർത്തും ഇഷ്ടപ്പെടുന്നവരല്ല. പുത്തൻ മനസ്സുള്ളവരാണ്, പുതിയ തലമുറയിൽ നിന്ന് വളർന്നു വന്നവരാണ്. ഇങ്ങനെ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും ക്ലാസ്സായി സിസ്റ്റമായി കൊടുക്കപ്പെടുന്ന ഏതാനും ഭാഗങ്ങൾ മാത്രം തത്തമ്മേ പൂച്ച എന്ന പോലെ തത്തമ്മക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പതുക്കുന്ന രീതിയിൽ, അങ്ങനെയുമല്ല, അത്യാവശ്യം ചില നോട്ടുകൾ കൊടുത്തുകൊണ്ട് മാത്രം ആ നോട്ടുകൾ പഠിപ്പിക്കുന്ന രീതിയിലൂടെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് 150 കൊല്ലം മുൻപ് ഉണ്ടാക്കപ്പെട്ട വലിയ ആലിമീങ്ങൾക്ക് നൽകപ്പെടുന്ന ആ സിലബസ് പ്രകാരമുള്ള ആശയങ്ങളും കിതാബുകളും പഠിപ്പിച്ചു കൊടുത്താൽ ലഭിക്കുമോ? ഇത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. പോരെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ ചെറിയ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ട് കിട്ടേണ്ട പൊതുവായിട്ടുള്ള ചില സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രത്യേകം കിട്ടേണ്ട ചില ഡിഗ്രികളുണ്ട്, ഡിഗ്രിക്ക് മുമ്പ് കിട്ടേണ്ട ചില അടിസ്ഥാന യോഗ്യതകളുണ്ട്. ഈ അടിസ്ഥാന യോഗ്യതകളില്ലാതെ സമൂഹത്തിൽ ജീവിക്കാനാവില്ല. സമൂഹത്തിൽ നൽകപ്പെടുന്നതൊന്നും അവർക്ക് കിട്ടുകയില്ല. വിദേശത്ത് പോകാൻ സാധിക്കുകയില്ല. വിദേശത്തിൽ നിന്ന് പോകാൻ അയാൾ ഈ രാജ്യത്തെ പൌരൻ തന്നെയാണോ എന്നറിയിക്കുന്ന തരത്തിലുള്ള ക്ലിയറൻസ് കിട്ടാൻ പോലും സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾക്ക് മാർഗമില്ലാത്ത ഒരു കാലം വരുമ്പോ അത്രയെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടാതെ കിതാബ് ഓതി കൊടുക്കാനും വെറും കിതാബ് മാത്രം പഠിപ്പിക്കാനും പറ്റാത്ത ഒരവസ്ഥ നിർബന്ധിതമായി വരുന്ന ഒരു ചുറ്റുപാടിൽ, വ്യാപകമായി നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അത് എളുപ്പമാക്കാനും അത് തീവ്രമാക്കാനും വളരെ പെട്ടെന്നാക്കാനും പരിശ്രമിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. പക്ഷേ ഈ നിർബന്ധിതാവസ്ഥയിൽ നമ്മളും പെട്ടുപോവുകയാണ്, സമ്മർദ്ദത്തിൽ നമ്മളും കുടുങ്ങിപ്പോവുകയാണ്. ഈ ഒരവസ്ഥയിൽ പുതിയ തലമുറയിൽ നമ്മുടെ ശൈഖുന സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ യോഗ്യരാകുന്ന ആളുകളെ ഇന്നത്തെ തലമുറയുടെ പഠനത്തിനും അധ്യാപനത്തിനും അധ്യായത്തിനും അനുസരിച്ചുകൊണ്ട് അവരെ മുതവ്വലിൽ പഠിക്കാൻ യോഗ്യരാക്കുന്ന വിധം നമ്മൾ സിലബസ് ഒരൽപ്പം ലഘൂകരിക്കുകയും സിലബസ് ഒരൽപ്പം കാലികമാക്കുകയും സിലബസ് ഒരൽപ്പം പരിഷ്കരിക്കുകയും അത്യാവശ്യം ഭൌതിക സ്കൂളുകളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസം മുഖേന കിട്ടുന്ന ചില ഡിഗ്രികളോ ഡിഗ്രിക്ക് താഴെയുള്ളതോ ഒക്കെ നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു. ഈ ഒരു ചുറ്റുപാടിൽ നമ്മളിപ്പോ നമ്മുടെ ജാമിയ വഹബിയുടെ 1ാം ക്ലാസ് ആരംഭിക്കുകയാണ്. ഇതുവരെയുള്ളത് മുന്തഹയായിരുന്നു. മൗലവി ഫാദിൽ ബിരുദം കൊടുക്കുന്നു. അത് ബിരുദാനന്തര ബിരുദമാണ് വാസ്തവത്തിൽ. മൗലവി ആലിം എന്നതാണ് ബിരുദം. ബിരുദം കഴിഞ്ഞിട്ട് നൽകപ്പെടുന്ന ബിരുദാന്തര ബിരുദത്തിനാണ് മുത്തവ്വൽ കോഴ്സിലേക്ക് വരുന്നത്. മറ്റേ മുഖ്തസർ കോഴ്സിൽ കിട്ടുന്നതാണ് ബിരുദം. ഈ ബിരുദാനന്തര ബിരുദത്തിലേക്ക് ഭാഗമാകുന്ന കുട്ടികളെ 1ാം ക്ലാസ് മുതൽ ശരിപ്പെടുത്തി വരുന്നതിന് അവിടെയും ഇവിടെയും പോകുന്നതിനുപരി ശൈഖുനായെ പോലുള്ള മഹത്തുക്കൾ ഉദ്ദേശിക്കുന്നതും ലക്ഷ്യമാക്കുന്നതുമുള്ള ആളുകളെ കാലത്തിനനുസരിച്ചെങ്കിലും പാകപ്പെടുത്തുന്ന വിധം ആശയങ്ങൾ മനസ്സിലാക്കാൻ, സത്യാശയങ്ങൾ മനസ്സിലാക്കാൻ, വിശേഷിച്ച് ഫിഖ്ഹിന്റെ റൂട്ടും അതിന്റെ മാർഗവും എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പാകമാകുന്ന ഒരു അധ്യാപനത്തിനും അധ്യയനത്തിനും നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ശാഖകളായി തന്നെ നമുക്ക് സാധ്യമായിടത്തൊക്കെ ഇതിന്റെ കീഴിൽ ഇതേ സിലബസ് അനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങും. അപ്പോഴും നമ്മൾ മഹത്തുക്കളായ ഉലമാക്കൾ കണ്ട എല്ലാ സംഗതികളും മുന്നിൽ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ മുദരിസിന്റെ കീഴിൽ എല്ലാ ദർസുകളും ഒരേ സിലബസിന് കീഴിൽ ഏകീകരിച്ചാൽ ആ സിലബസുകളിൽ മറ്റ് കിതാബുകളൊക്കെ അവഗണിക്കപ്പെടുകയും പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരിതമുണ്ട്. യോഗ്യതയുള്ള ഉലമാക്കൾ പലരായി ഭിന്നിക്കപ്പെടുമ്പോൾ പലർക്കും പല താൽപര്യങ്ങളും കഴിവുകളുമാകുമ്പോൾ ആ കഴിവുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചുകൊണ്ടുവരാനും അത് സ്വായത്തമാക്കാനും പരിശീലനം നേടാനും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. എവിടെ പോയാലും ഒരു സിലബസ് തന്നെ കിട്ടിയാൽ അതൊക്കെ ഒരു
ദുരിതമാണ് ദീർഘേകീകരണത്തിന്റെ പേരിൽ നമ്മുടെ വിലമാക്കൾ പറഞ്ഞിരുന്ന ദുരിതം, ദീനില്ലാതാക്കുന്ന ദുരിതം. ഈ ദുരിതം ഇല്ലാതാക്കാൻ ഒരേ സിലബസ് ആണെങ്കിൽ പോലും അധ്യാപകന്മാർക്ക് അവരുടെ ഹിതത്തിനനുസരിച്ചും അവരുടെ കഴിവിനനുസരിച്ചും പാകതക്കനുസരിച്ചും പഠിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം പരമാവധി നൽകിക്കൊണ്ട് സിലബസിനെ പഴയ കാലത്തോട് ഏറ്റവും അധികം ഒപ്പിച്ചു ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സംവിധാനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമാറാവട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അല്ലാഹു തആല നമ്മെ എത്തിക്കുമാറാവട്ടെ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. നന്മ സമാധാരണം ഇതല്ലാതെ ഉദ്ദേശിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകരുടെ വാചകം അല്ലാഹു പറഞ്ഞതുപോലെ നാം ഇതുകൊണ്ട് നന്മയില്ലാതെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ആ നന്മക്ക് പാകമാകുന്ന ഈ സിലബസിൽ 1ാം ക്ലാസ് ഇൻഷാ അല്ലാഹ് ഈ അടുത്ത ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ആരംഭിക്കണം. അതിന് നല്ല യോഗ്യരായ, രണ്ടും പഠിപ്പിക്കാൻ പരമയോഗ്യരായ ആളുകളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിർത്തുന്നുണ്ട്, പ്രത്യേകം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഇതിൽ പരിചയമുള്ളത് വർഷങ്ങളായി ഇത്തരം ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകളെ പുറത്തുവിട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകന്മാരെ അതിന്റെ മേധാവികളായി നമ്മൾ നിശ്ചയിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, ഉറുദു പഠിപ്പിക്കാൻ, ഉറുദു സംസാരിക്കാൻ പഠിയാൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിയാൻ, അതോടൊപ്പം വേണ്ട ഡിഗ്രി അടക്കമുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ സംഗതികളൊക്കെ കൊടുക്കാൻ, അങ്ങനെ പറ്റുന്ന യോഗ്യരായ ആളുകളെ വളർത്തിയെടുക്കാനുള്ള 1ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും ധാരാളം കാണും. 1ാമത് ആളുകൾക്ക് അതേക്കുറിച്ച് വലിയ ആശങ്കകൾ കാണും, പലതരം സംശയങ്ങൾ കാണും. ഇതെന്താകും, എങ്ങനെയാകും എന്ന്. ഇവിടെ ധൈര്യമായി മുന്നോട്ട് വരേണ്ടത് നമ്മിൽപ്പെട്ടവർ തന്നെയാണ്. നമ്മുടെ സ്ഥാപനത്തെ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ സ്ഥാപനം നിലനിൽക്കണമെന്ന് കൊതിക്കുന്നവർ, ശൈഖുനായുടെ സ്ഥാപനം ഒരിക്കലും നിലച്ചു പോകരുത്. അവരുദ്ദേശിച്ച രീതിയിലുള്ള അതേ സിലബസിലെ അനുസരിച്ച് ബിരുദം നേടിപ്പോകുന്ന അതേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംഘം ഇവിടെ വേണം എന്ന് ആഗ്രഹമുള്ള രക്ഷിതാക്കൾ പാകപ്പെട്ട 8ാം ക്ലാസ്സിലേക്ക് വിജയിച്ചിട്ടുള്ള അവരുടെ മക്കളെ, 8ാം ക്ലാസ്സിലേക്ക് വിജയിച്ചവരിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്ത് ഏറ്റവും മുന്തിയവരെ തെരഞ്ഞെടുത്ത് മുന്തിയവരല്ലാത്തവരൊക്കെ തഴയപ്പെടുന്ന ഒരു ദുരിതമാണ് കേരളത്തിലെ സകല സ്ഥാപനങ്ങളിലും കണ്ടുവരുന്നത്. ഇതിന്റെ ഫലമോ എല്ലായിടത്തു നിന്നും പുറന്തള്ളപ്പെട്ടവർ ഒരു കൂട്ടർ മാറി നിന്നിട്ട് അവർ പഠിക്കാനും എൽമിന്റെയും താലൂമിന്റെയും രംഗത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാനും ഇടവരുന്ന ഒരു സാഹചര്യമാണ്. 100% വിജയമുറപ്പിക്കാൻ വേണ്ടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കളിക്കുന്ന കളികൾ സ്ഥാപനം നടത്തുന്നവർക്കറിയാം. പഠിച്ചു വരുന്ന കുട്ടികളിൽ നിന്ന് തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാൽ 100% വിജയമാകുന്നതിടത്ത് എത്തുന്നില്ലെന്ന് കണ്ട ആ കുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്താതെ പുറത്താക്കും. നിർദ്ദയം. ഇവിടെ 100% വിജയം നേടുന്ന സ്ഥാപനങ്ങളൊക്കെ അനുവർത്തിച്ചു വരുന്ന നയമാണ്. അതുവരെ പഠിച്ച കുട്ടിയെ തോൽക്കുമെന്ന് കരുതിയിട്ട് ആ കുട്ടി തോൽക്കുന്നതിന് ബേജാറല്ല. ആ കുട്ടി തോറ്റാൽ നമ്മുടെ സ്കൂളിന്റെ 100% എന്ന ക്രെഡിറ്റ് നഷ്ടപ്പെടും. അപ്പൊ ആളുകൾ വരില്ല. അതുകൊണ്ട് വാങ്ങുന്ന ഫീസും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കിട്ടുന്ന പണവുമൊന്നും കിട്ടാതെ പോകുമെന്ന ദുരിതം ചിന്തിച്ചുകൊണ്ട് ഉന്നത യോഗ്യതയുള്ളവരെയും വലിയ ബുദ്ധിമാന്മാരെയും മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രം ചേർക്കുകയും അല്ലാത്തവരെയൊക്കെ തഴയപ്പെടുകയും ചെയ്യുമ്പോൾ ഈ തഴയപ്പെടുന്നവരിലാകാം പഠിച്ച് തഅല്ലുമ് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന ആരും നിലകൊള്ളുന്നത്. തഅല്ലം ആ ഒരു വാക്കൊരു വലിയ വാക്കാണല്ലോ. എല്ലാത്തിലും തഅല്ലം എന്നാണ്. വിഷമിച്ചു പഠിക്കുന്ന ആ വാചകത്തിന്റെ അർത്ഥം തന്നെ തഫഅൽ എന്ന വസനിനെ തന്നെ വിഷമത്തോടുകൂടെ ആ കാര്യം നിർവഹിക്കുന്നതിന് വെക്കപ്പെട്ടതാണ്. തക്കല്ലുഫിന്റെ മേലറിയിക്കുന്ന വസനാണ് തഅല്ലം. വിഷമിച്ചു പഠിക്കുക. ഒരു ആലിമായിട്ടൊരാളും ജനിക്കുന്നില്ല എന്നിവിടെ വിഷയം അവതരിപ്പിച്ചപ്പോ ഇമാമിന് ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ വാചകം ചൊല്ലിയല്ലോ, ഒരൊറ്റ കുട്ടിയും ആലിമായിട്ട് ജനിക്കുന്നില്ല. അതിന് തഅല്ലം, നീ പഠിക്കുക, വിഷമിച്ചു പഠിക്കുക. വിഷമിച്ചു പഠിക്കുന്ന എത്രയോ ആളുകൾ വലിയ വലിയ ആലിമുകളായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഉസ്താദുൽ അസാതീദ് എന്ന പേരിൽ ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ വാഴ്ത്തപ്പെടുന്നവരാണ്. നമ്മുടെ ഉയർന്ന നല്ല പിതാവാകാൻ മാത്രം വയസ്സുള്ള നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ബഹുമാനപ്പെട്ടവർ ഇവിടെയും പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇവിടെയും അതുപോലെ തന്നെ തലക്കെടുത്തൂരിലും ശൈഖുനായുടെ അടുത്തിരുന്ന് പഠിച്ചിട്ടുണ്ട്. 8-9 വർഷക്കാലം പഠിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം വന്നാൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. ശൈഖുനായുമായി അദ്ദേഹം ശ്രദ്ധിക്കുന്ന പല രംഗങ്ങളും ഞാൻ പ്രത്യേകം നിരൂപിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ നേരെ വന്നാൽ നമ്മളെ പള്ളിക്കുന്നിൽ പള്ളിയിൽ കയറിയിട്ട് അതിന്റെ പൂമുഖത്ത് അദ്ദേഹം ഇട്ട നീളക്കുപ്പായം അദ്ദേഹം അഴിച്ചുവെക്കും.
നീളക്കുപ്പായ അവിടെ തൂക്കിയിട്ടിട്ട് വെറും കുപ്പായിട്ടിട്ടേ മൂപ്പര് ശൈഖുനാന്റെ അടുത്തേക്ക് വരുള്ളൂ. ആ നീളക്കുപ്പായിട്ട് മൂപ്പര് കിടക്കാറില്ല. ആ നീളക്കുപ്പായം അവിടെ അഴിച്ചു വെച്ചിട്ട് അദ്ദേഹം ശൈഖുനായ വന്ന് കാണും. ആ ശൈഖുനായ വന്ന് കണ്ടിട്ട് ശൈഖുനായുമായി സംസാരിക്കും. മൂപ്പിരിക്കാറേ ഇരിക്കെ എന്ന് പറഞ്ഞാലും ഇരിക്കാറില്ല. അവസാന കാലത്ത് ശൈഖുന രോഗഗ്രസ്തനായിരിക്കുമ്പോ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ ഞാൻ ശൈഖുനായുടെ മുമ്പിൽ വെച്ച് കാണുന്ന രൂപത്തിൽ കണ്ടത്. അന്ന് കാണുമ്പോഴുള്ള സംസാരങ്ങൾ വളരെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ അദ്ദേഹത്തെ ഉസ്താദുൽ അസാദ് എന്നാ പറയുന്നത്. ഇന്നത്തെ കേരളത്തിലുള്ള സുന്നി സംഘടനകളിലെ നേതാക്കന്മാരായിട്ടുള്ള വലിയവരുടെ എല്ലാം ഗുരു ഈയിടെ മരണപ്പെട്ടു പോയ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ഗുരുവാണ്. AP അബൂബക്കർ മുസ്ലിയാരുടെ ഗുരുവാണ്. ഇങ്ങനെയുള്ള കേരളത്തിൽ അറിയപ്പെട്ട എല്ലാവരുടെയും ഇങ്ങനെ മഹാന്മാരുടെ ഒക്കെ ഗുരുവായി ഉസ്താദുൽ അസാദീദ് എന്ന് പറയപ്പെടുന്ന OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് വാഴ്ത്തപ്പെടുന്നവർ ശൈഖുന അവരെ വിളിക്കൽ ഏന്തിയും കുട്ടി എന്ന് ശൈഖുന അവരെ വിളിക്കും. അൽഫിയ മുതൽക്ക് തന്നെ ശൈഖുനയിൽ നിന്ന് ഓതിയിട്ടുള്ളവരാണ്. പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ശൈഖുനയിൽ നിന്ന് തന്നെയാണ് ഓതിയിട്ടുള്ളത്. ആ ഏന്തിയും കുട്ടി മുസ്ലിയാർ അവർകളെ ബഹുമാനപ്പെട്ട നമ്മളെ എടപ്പുരം മാനു മുസ്ലിയാർ അവരുടെ ശരീക്കാണ്. എടപ്പുരത്ത് വഫാത്തായ നമ്മുടെ മാനു മുസ്ലിയാർ, ആ മാനു മുസ്ലിയാർ എപ്പോഴും അനുസ്മരിക്കും ബഹുമാനപ്പെട്ടവർ. മൂപ്പര് പറയാ ബുദ്ധി വിവേകം അറിവ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ ബുദ്ധിയൊന്നും മൂപ്പർക്ക് ഇല്ല, പറഞ്ഞാൽ തിരിയണ്ട. അതേസമയത്ത് കുട്ടി മുസ്ലിയാർ എങ്ങനെയല്ല. കുട്ടി മുസ്ലിയാർ എന്നാ പഠിക്കുന്ന മൂപ്പരോട് ഉസ്താദ്. കുട്ടി മുസ്ലിയാർ എങ്ങനെയല്ല. ആ കുട്ടി മുസ്ലിയാർക്ക് വാണിയമ്പലത്തെ യോഗത്തിന് വേണ്ടി പോകുമ്പോ മഗ്‌രിബ് നിസ്കരിച്ചാൻ നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കരിച്ചാൻ പള്ളിയിൽ വന്നപ്പോ അദ്ദേഹം വെല്ലൂരിലെ പ്രിൻസിപ്പാളാണ്. വലിയ പിന്നെ അതിന്റെ മുകളിലൊരു കോട്ടും അതിന്റെ മുകളിലൊരു കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെന്ന്. പിന്നെ ഒരു വലിയൊക്കെ നിസ്കരിച്ച ആരോപടിക്ക് എത്തിയതാണ്. പള്ളി മനസ്സിലാക്കി കൊടുത്താണോ എന്നറിയില്ല. ഏതായാലും നിസ്കരിച്ചപ്പോ അന്ന് ഖത്തീബ് ഇപ്പൊ അടുത്ത് നിര്യാതരായ എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മായമി മുസ്ലിയാരാണ്. PK മുഹമ്മദ് മുസ്ലിയാർ ചെറുപ്പശ്ശേരിയിൽ തരുവക്കോണത്തിൽ പഠിത്ത് മരണപ്പെട്ട. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മശായിഖുകളോടൊപ്പം അള്ളാഹു താല അദ്ദേഹത്തെ കൂട്ടുമാറാവട്ടെ. അദ്ദേഹമാണെന്ന് ഇവിടെ ഖത്തീബ്. അദ്ദേഹം നേരെ ശൈഖുനാനടുത്ത് പോവുകയാണ്. വെല്ലൂരിലെ പ്രിൻസിപ്പാൾ വന്നിട്ടുണ്ട്. വെല്ലൂരിലെ പ്രിൻസിപ്പാളോ എന്ന് ചോദിച്ചിട്ട് ശൈഖുനാന്ന് ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു. കുപ്പായ കെട്ടുകൊണ്ട് മുമ്പ് പള്ളിയിലേക്ക് കയറിയിട്ട് മുമ്പര് നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം അവിടെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ കയറി കുട്ടിയെ ഇജപ്പളെ വന്നു. ഈ വലിയൊരു മനുഷ്യരെ കുട്ടി ഇജപ്പളെ വന്നു ചോദിക്കുമ്പോ ആ കുട്ടി മുസ്ലിയാർ അൽഫിയോദിയത് ബഹുമാനപ്പെട്ട ശൈഖുനായിൽ നിന്നാണ്. 1.5 കൊല്ലക്കാലം ബഹുമാനപ്പെട്ടവരിൽ നിന്നാണ് ചമ്മങ്കടവിലെ ദർസിൽ വെച്ചിട്ട് ഇവരൊക്കെ അൽഫിയോതുന്നത്. ആ അൽഫിയോതുന്നവരിൽപ്പെട്ട കുട്ടി മുസ്ലിയാരാണ് നമ്മൾ ബഹുമാനപ്പെട്ട നമ്മൾ പറഞ്ഞിട്ട് എടപ്പലം മാനു മുസ്ലിയാർ. നമ്മൾ അറിയുന്നവർ തന്നെ പറയുന്നത് മനസ്സിലാക്കാനാണ്. എടപ്പലം മാനു മുസ്ലിയാരും ഇവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് ശരിക്കാണ്. അവർ പറയണം കുറ്റിവലിയർ അങ്ങനെയല്ല, വലിയ ബുദ്ധിമാനിയാണ്. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കും, വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. നല്ലോണം ഇയാൾക്ക് പറഞ്ഞാലും നയിച്ചങ്ങട്ട് ഉണ്ടാക്കിയതാണ് മൂപ്പര്. നയിച്ചങ്ങട്ട് ആര്യമായതാണ് മൂപ്പര്. ഇപ്പൊ ആരാമൂപ്പരാണ്. ശരിയാണ്, ആരാമൂപ്പര് എന്ന് പറയുന്നയിടത്ത് എത്തുന്നത് ബുദ്ധി കുറഞ്ഞ ആളാണ്. എങ്ങനെ കാലും കൊണ്ട് പഠിച്ച് വീണ്ടും പഠിച്ചിട്ടാണ് അദ്ദേഹം വലിയ ആലിമായത്. ഈ വലിയ ആലിമീങ്ങളൊക്കെ ചില ഫന്നുകളെങ്കിലും അതെങ്കിലും ഓതാൻ വേണ്ടി നമ്മളെ ബീരാമുട്ടി മുസ്ലിയാർ പറയുന്ന ഭാഷയിൽ പറഞ്ഞാല് ബൂത്തലയും സോക്രട്ടീസിന്റെയും പ്ലാറ്റോന്റെ ഒക്കെ സനത് കിട്ടാനേ ആ സനത് കിട്ടുന്ന ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൽ ഈ ആലിമീങ്ങളൊക്കെ ഓതിപ്പോകുന്നത്. അഫ്ലാക്ക് ഗുണശാസ്ത്രത്തിന് സനത് പോകാൻ ബീരാമുട്ടി യോഗത്തെ എപ്പോഴും പറയും അത് പ്ലാറ്റോന്റെ സോക്രട്ടീസിന്റെ അടുക്കാണ്, റസൂലുള്ളാഹിന്റെ അടുക്കല്ല. പ്ലാറ്റോയും സോക്രട്ടീസും എന്നൊക്കെ പറഞ്ഞാൽ പച്ച കാഫിറുകൾ, ദൈവനിഷേധികൾ, പദാർത്ഥവാദികൾ, ലോകത്തെ നിഷേധിക്കുന്നവർ, ഈ ലോകം അനാദിയാണെന്ന് പറയുന്നവർ. ആ ഇൽമു പഠിക്കാനാണ് വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഇദ്ദേഹത്തെ സമീപിക്കുന്നത്. അങ്ങനത്തെ ഇൽമു പഠിക്കാനെങ്കിലും വലിയവർ സമീപിക്കുന്ന ഒരാളായി അദ്ദേഹം വരുന്നത് കഠിനാധ്വാനത്തിലൂടെ പഠിച്ചിട്ടാണ്. അപ്പോ ബുദ്ധി കുറഞ്ഞവരൊക്കെ ഈ രംഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ആലിമീങ്ങൾ ഇല്ലാതാകും സമൂഹത്തിൽ. അല്ലാഹു ആലിമീങ്ങൾ നൽകുന്നത് പഠിച്ചു വരുന്നതിലാണ്. فليس المرء يولد عالما وليس أخو علم كمن هو جاهل وإن كبير القوم لا علم عنده صغير إذا التفت عليه الجحافل. ഒരു വലിയ നേതാവാണ്,
വമ്പനാണ്, കേളുകേട്ടവനാണ്. പക്ഷെ ഇൽമില്ല അയാൾക്കെങ്കിൽ ആ ഇൽമില്ലാത്ത അയാൾ സ്വയം യഥാർത്ഥത്തിൽ ചെറുപ്പമാണ്. വലിയ നേതാവായിട്ടുണ്ടാണ്, അറിവില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് എന്നെ ആചാനുബാഹുക്കളായ എത്ര വലിയ വലിയ വമ്പന്മാരുണ്ട്. നല്ല ഗുണ്ടകളോ വലിയ വമ്പന്മാരുമായിട്ട് തൊഴിലാളി നേതാവായിട്ട് അയക്കാനും അവർ വലിയ നേതാക്കളായിരിക്കുക. പത്രവും വായിക്കൂല, മറ്റൊന്നും വായിക്കൂല, ഒരു ഇൽമുമില്ല. അവരെന്തിനു കൊള്ളും? ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ സ്വയം അവർ ചെറുപ്പമാണ്. ഇതിൽ വമ്പൻ സൈന്യങ്ങൾ, വമ്പൻ സംഘങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സദസ്സിൽ വരുമ്പോൾ അവർ ചെറുപ്പമാണ്. അല്ലാത്തവരുടെ അടുക്കൽ അവർ വലിയവരായിരിക്കാം. ആ വലിയവരായി വരുന്ന നേതാക്കൾ ചെറുപ്പമാണ്. അതേസമയം വളരെ ചെറിയ ആളാകാം, പക്ഷെ അദ്ദേഹം ആലിമാണോ? ആലിമാണെങ്കിൽ ഇൽമുണ്ടെങ്കിൽ കബീർ, അയാൾ എവിടെയും വലിയ ആളാണ്. ഇദാ റുദ്ദത് ഇലൈഹിൽ മഹാഫിലു, വലിയ സമ്മേളനങ്ങളും സദസ്സുകളും തന്നെ അദ്ദേഹത്തിലേക്ക് അങ്ങ് എത്തിക്കപ്പെട്ടു ചേർക്കപ്പെട്ടാൽ, അദ്ദേഹം അതിന്റെ ക്രമത്തിൽ ആളായി വന്നാൽ അദ്ദേഹത്തിന്റെ വലുപ്പം കാണാം. അതുകൊണ്ട് ആലിമീങ്ങളാകണമെങ്കിൽ തഅല്ലം, ഇൽമ് കഷ്ടപ്പെട്ട് പഠിക്കണമെന്ന ഇമാമുന ശാഫിഈ തങ്ങളുടെ കവിതയാണിത്. എത്ര നല്ല കവിതകളാ. നേരത്തെ മസൂദുലിൽ പാടിയപ്പോ എനിക്ക് ചെറിയൊന്ന് എശല് കേട്ടപ്പോ ആ എശലില്ലാതെ പോയി. പാട്ട് ആ എശലില്ലെങ്കിൽ ആകെ പോയില്ലേ. പാട്ട് എന്നാൽ അതിനാണ് പിന്നെ ഈ എശലി നന്നോട്ട് വന്നിരിക്കുന്നത്. ലോ അന്നെ ലുക്കുമാനോ തന്നില്ല, അത് വായിച്ചപ്പോ ആ മാങ്ങാപ്പുളിന് വന്നപ്പോ ശരിക്കും ഇശല് പോയി. അതിന്റെ ഒരു ബഹറുണ്ടല്ലോ, ആ ബഹറിന് അതിന്റെ ശാസ്ത്രീയ സംഗീതം കൂടി നൽകുമ്പോഴാണ് നമ്മൾ പണ്ട് തന്നെ കാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി എന്ന് ചെല്ലെങ്കിലല്ലേ അതിന്റെ വീണു അൽഫിയോ നടക്കുള്ളൂ. കാല മുഹമ്മദ് ഹുവ ഇബ്നു മാലികി പറഞ്ഞത് നമ്മളെ തങ്ങൾ നടക്കുമല്ലോ. അപ്പൊ അതാണ് ഈ കവിതയാക്കുന്നതിന്റെ സംഗതി. അത് നമുക്ക് പഠിക്കാൻ ലൗ അന്ന ലുഖ്മാനൽ ഹകീമില്ലദീ ലൗ അന്ന ലുഖ്മാനൽ ഹകീമല്ലദീ സാറത്ത് ബിഹി الركبان بالفاضل بلي بفقر وعيال لما فرق بين الدين والباطل. നമ്മളെ മൗലൂദുണ്ടല്ലോ ജാതി അശ്വലൊക്കെ. ഈ ജാതി അശ്വലത്തിൽ വിത്തണത് ലാ യുദ്രികുൽ ഹിക്മത മിൻഹും മൻ ഉംറുഹു യക്ദഹു ഫീ മസ്ലഹത്തിൽ ആഹിലി ولا ينال العلم إلا فتى خال من الأفكار والشغل. നമ്മളെ അന്ധന്മാരുണ്ട്, നമ്മളെ ശാസ്ത്രീയ, നമ്മളെ മാനൊക്കെ ഉണ്ട്. മാനൊക്കെ ഇത് കേട്ടിട്ടേ പഠിക്കുള്ളൂ. ആ കേട്ട് പഠിച്ചാൽ പിന്നെ മുമ്പ് പഴത്തരാ. അപ്പൊ അത് അതിൽ ലേശം കേൾക്കണല്ലോ, അല്ലാതെ കേൾപ്പിക്കുന്നത്. ലാ യുദ്രികുൽ ഹിക്മത മൻ ഉംറുഹു യക്ദഹു ഫീ മസ്ലഹത്തിൽ ആഹിലി. കൂട്ടവും കുടുംബവും ഓരോ കാര്യങ്ങളും തന്നെ നോക്കി വിഷമിച്ച് അധ്വാനിച്ച് കുടുംബം പോറ്റണ്ടേ, കുട്ടികളെ നോക്കണ്ടേ, ഓൽക്കിപ്പം എന്താ കാട്ടുക, ഓലപ്പം എങ്ങനെ ജയിപ്പിക്കുക എന്നെ നോക്കി കഷ്ടപ്പെട്ടിരിക്കുന്ന ആള് അൽ ഹിക്മ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഹിക്മത്തിനെ എത്തിക്കില്ല. ഓർക്ക് ഹിക്മത്ത് കിട്ടൂല. സത്യമായ അറിവ്, ഉപകാരപ്രദമായ അറിവ്, എവിടെയും ജയിക്കുന്ന അറിവ്, എന്തിനേയും അതിജയിക്കുന്ന അറിവ്, എവിടെയും അതിജീവിക്കാൻ പറ്റുന്ന അറിവ്, അതാണ് ഉമർ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. എന്ത് വിഷയത്തിലുമുണ്ട് അവിടുത്തെ യഥാർത്ഥ വസ്തുത എന്താണോ ആ ജ്ഞാനം, ആ ജ്ഞാനം എത്തിക്കണമോ അത് കൂട്ടവും കുടുംബവും വിഷമോ നിർത്തിയിട്ട് അതിന് വിഷമിക്കുന്ന മനുഷ്യനത് കിട്ടൂല. ولا ينال العلم إلا فتى خال من الأفكار والشغل. ജോലികളും ചിന്തകളൊന്നുമില്ലാതെ ഒഴിഞ്ഞ മനസ്സുമായി ഇൽമിനു വേണ്ടി സമർപ്പിതമാകുന്ന നല്ല ശക്തനായ കരുത്തുറ്റ യുവാവിന് മാത്രമേ ഇൽമു കിട്ടുള്ളൂ. വയസ്സായി ഓതാൻ പോയാൽ ഇൽമു കിട്ടില്ല. ചിന്ത തോടിയിട്ട് ഒന്നിനു പോയാൽ ഇൽമു കിട്ടൂല. പല ജോലികൾ പോയാൽ ഇൽമു കിട്ടൂല. ഇപ്പൊ ഇൽമു കിട്ടാതെയാണ് ഇതിന്റെ കള്ളി. ഇതാണ് എത്ര ചിന്തയാ മനുഷ്യന്. ഏതൊക്കെ ചിന്തയാ കയ്യില്, ഏതൊക്കെ ചിന്തയാ മാറുന്നു, ഏതൊക്കെ ചിന്ത അപ്പുറത്ത്. ഒന്ന് പറഞ്ഞാൽ ഒന്ന്, ബോറെന്ന് പറഞ്ഞാൽ ബോറൊന്ന്. എല്ലാ ചിന്തകളും കയറിയിട്ടില്ല നമ്മൾ നടക്കുന്നത്, എല്ലാ ശുഗലുകളും. ഈ ശുഗലുകളിൽ നിന്നൊക്കെ കാലിയായിട്ടുള്ള നല്ല കരുത്തുറ്റ യുവാവാണോ, മനസ്സിന് യൗവനമുണ്ടോ, ആ യൗവനമുള്ള കാമിലായ ആൾക്ക് മാത്രമേ ഇൽമു കിട്ടൂ. ലൗ അന്ന ലുഖ്മാനൽ ഹകീം അല്ലദീ സാറത് ബിഹി റുക്ബാനു ബിൽ ഫദ്ലി. എല്ലാ മികവുകളും
എല്ലാ ആളുകളും യാത്രക്കാരും വാഹന സംഘങ്ങളും ലോകയാത്രികരാകെയും വലിയ കഴിവുറ്റ പുകഴ്പെറ്റ മഹാനായി വാഴ്ത്തപ്പെടുന്ന ഹക്കീമായ ലുക്മാനുണ്ടല്ലോ, വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ, നാം അവർക്ക് നൽകിയത് ഹിക്മത്താകുന്നു എന്ന് ഖുർആൻ പറയുന്നു. നബിയല്ല അവർ വിലപ്പെട്ട അഭിപ്രായ പ്രകാരം, നബിയല്ലാതിരുന്നിട്ടും അവരുടെ പേരിൽ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അവരുടെ ഉപദേശങ്ങൾ ഒരു നബിയുടെ ഉപദേശത്തെക്കാൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. തന്റെ മകനു നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ എന്ന പേരിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പ്രിയദർശിനിക്കയച്ച ചാച്ചാ നെഹ്റുവിന്റെ കത്തുകൾ പഠിപ്പിക്കപ്പെടുന്നത് പോലെ ബഹുമാനപ്പെട്ട ലുക്മാൻ എന്നവരുടെ മകന് കുട്ടിയോട് ചെയ്ത ഉപദേശങ്ങൾ എന്ന പേരിൽ സ്വന്തം മകനോട് ചെയ്ത ഉപദേശങ്ങൾ എന്ന് ചരിത്രത്തിൽ കാണുന്ന ആ ഉപദേശം അല്ലാഹു ശരിവെക്കുന്നുണ്ട്. സ്വന്തം മകനെ ഗുണദോഷിച്ചുകൊണ്ട് ലുക്മാൻ എന്ന ആ തത്വജ്ഞാനി മഹാജ്ഞാനി തന്റെ മകനോട് പറഞ്ഞപ്പോൾ ായിരിക്കുന്നത് വലിയ ഉപദേശത്തിന്റെ ഭണ്ഡാരമാണ്. ആ ലുക്മാനെങ്ങാനും അദ്ദേഹത്തിന് ദാരിദ്ര്യം കൊടുത്തു, കുറെ കുട്ടികളെയും മക്കളെയും കൊടുത്ത് അല്ലാഹു തആല പരീക്ഷിച്ചിരുന്നെങ്കിൽ അത്തിപ്പഴവും പുല്ലും അദ്ദേഹത്തിന് വേർതിരിച്ചറിയുമായിരുന്നില്ല. കറിവെക്കാനും കൂട്ടാൻ വെക്കാനും അറിയുന്ന പച്ചിലകൾ ശരിക്കും ഫ്രൂട്ട്സായിട്ട് ഉപയോഗിക്കുന്നതും നല്ല ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതുമായ അത്തിപ്പഴം, ഈ അത്തിപ്പഴവും ചീരയും അതുപോലത്തെ സസ്യവർഗ്ഗങ്ങളും എന്തെന്ന് തിരിച്ചറിവിട്ടുമായിരുന്നില്ല അദ്ദേഹത്തിന്. പിന്നല്ലേ മഹാജ്ഞാനം, പിന്നിലെ കാര്യങ്ങളിലെല്ലാം ഫൈസലാകുന്ന വിവരം. ഈ വിവരം ലുക്മാനിന് കിട്ടിയത് ഷുഗറിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ് എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞ വിധം ഷുഗറിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കാണ് ഇൽമു കിട്ടുക. അങ്ങനെയുള്ള ഇൽമു കിട്ടുന്നവരെ കാലികമായിട്ടെങ്കിലും അവശ്യം അവർക്ക് വേണ്ട ഇൽമു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളിൽ 8ാം ക്ലാസ് പാസ്സായിട്ടുള്ള 8ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുള്ള 7ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സ്കൂള് മതി, മദ്രസ അവിടെ നോക്കണ്ട. സ്കൂൾ 8ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടേണ്ടതായ മക്കൾ ആൺകുട്ടികളുണ്ടെങ്കിൽ ആ ആൺകുട്ടികളെ നല്ല വിദ്വാൻമാരാക്കാൻ, അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഭൗതിക വിജ്ഞാനങ്ങളുടെ ഡിഗ്രികളും ഇന്ന് ജീവിക്കാൻ വേണ്ട, നിലനിൽക്കാൻ വേണ്ട, തല ഉയർത്താൻ വേണ്ട പൊതുവിദ്യാഭ്യാസവും നഷ്ടപ്പെടാതെ അത്യാവശ്യം അതോടൊപ്പം കിട്ടാവുന്നതിൽ പരമാവധി എത്തിക്കാൻ വേണ്ട ഇൽമു നൽകാൻ നമ്മളിവിടെ ഒരു സ്ഥാപനം സജ്ജമാക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ക്ലാസ് ഈ അടുത്ത അധ്യയന വർഷത്തിൽ ജൂൺ മുതൽക്ക് തന്നെ തുടങ്ങും. ഒരു സ്കൂൾ നഷ്ടപ്പെടൂല, SSLC സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടൂല, അതൊന്നും ഇല്ലാതെക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആ ആശങ്കകളൊന്നും വെക്കണ്ട. അതിന്റെ അഡ്മിഷൻ ഫോറമാണ്, അപേക്ഷാ ഫോറമാണ് ഇവിടെ വിതരണം ചെയ്യപ്പെട്ടത്. ഈ അഡ്മിഷൻ ഫോറത്തിന്റെ കൂടെ നമ്മൾ ഇവിടെ ഒന്ന് സമ്മാനിച്ചത് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പഠിച്ച, ഈ നാട്ടിലെ മദ്രസയിൽ നിന്ന് പഠിച്ച, ഇവിടത്തെ പള്ളിയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സംഗതികളും എല്ലാം നടത്തിപ്പോകുന്ന ഒരു വലിയ കുടുംബം നിങ്ങൾക്കറിയുമല്ലോ, കരളിക്കാട്ടിൽ കുടുംബം, KT എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കുടുംബം. അവരുടെ ഉപ്പാപ്പമാര് വഖഫ് ചെയ്താണ് നമ്മുടെ ഈ പള്ളിയും പള്ളിക്ക് ചുറ്റുപുറവുമുള്ള ഇനിയും ഏതാണ്ട് തലമുറകൾക്കെല്ലാം ഖബറടക്കാവുന്ന സ്ഥലം. ഈ സ്ഥാപനം ഒരു ദീർഘാക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ അന്നത്തെ കാലം ഖിയാമത്ത് നാൾ വരെയും ദീർഘായി കൊണ്ടു നടക്കാൻ പറ്റുന്ന സ്വത്തുക്കളൊക്കെ ദീർഘനും വഖഫ് ചെയ്തിട്ടുള്ളത് ആ മഹാകുടുംബമാണ്. അന്നത്തെ ആ സജ്ജനങ്ങൾക്കും നല്ലവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ക പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ഉദ്ദേശം പോലെ അവരുടെ ബർസഖും ആഖിറവും അല്ലാഹു നന്നാക്കുമാറാവട്ടെ. അവരുടെ കുടുംബമാണ് ഇതൊക്കെ വഖഫ് ചെയ്തത്. ആ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ പുല്ലുവളപ്പിലെ പെട്ടെന്ന് തന്നെ ഇടക്കാലത്ത് മരണപ്പെടാനിടയായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പെട്ടെന്ന് പറഞ്ഞ നമ്മളെ മൂസാക്ക, പുല്ലളപ്പിലെ മൂസാക്ക. എനിക്ക് മൂസാക്ക എന്ന് വിളിക്കണം പ്രായമുള്ളതുകൊണ്ട്, അല്ല മൂസ എന്ന് വിളിക്കുന്നവരങ്ങനെയുണ്ട്. പുല്ലുവളപ്പിലെ മൂസാന്റെ മകനാണ് നമ്മുടെ ഷബീർ എന്ന് പറയുന്നതാണ്. നുസ്രത്തിലും പുൽപ്പുല്ലും ഒക്കെ എഴുതുന്നുണ്ട്. ഇവിടെ മദ്രസന്ന് പഠിച്ചിട്ട് ഇവിടെ മദ്രസിൽ തന്നെ പഠിപ്പിച്ചിരുന്ന ഉസ്താദ് ആ കുട്ടിനെ ഓതാൻ കൊണ്ടുപോയി ഓതാനാക്കിയിട്ടു അങ്ങനെ പഠിച്ചു വന്നതാണ്. അത്യാവശ്യം പറ്റും. അതുകൊണ്ടാണല്ലോ ഈ 100ഓളം വിദ്യാർത്ഥികളിൽ നിന്നുള്ള സെക്കൻഡ് റാങ്ക്, 2ാമത്തെ റാങ്ക് തന്നെ രണ്ടാമതായിട്ട് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആള് ആ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഏതാണ്ട് വർഷങ്ങളായി ഒരു നല്ല സ്ഥാപനത്തിൽ ആമയൊരു കുടിമോട്ടുപുറം സ്ഥാപനത്തിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള നല്ലൊരു കിതാബാണ് ഇവിടെ സമ്മാനം നൽകിയത്.
ഈ നാട്ടിൽ നിന്ന് പഠിച്ചു വന്ന പല നാട്ടിലും പോയി പഠിച്ചിട്ട് ഇവിടുന്ന് സ്ഥലത്ത് നേടിയ വണ്ടൂർക്കാർ കുറേയുണ്ട്, പലരുമുണ്ട്. വഹബികളായിട്ടുള്ള വണ്ടൂർക്കാർ, വഹബികളാകാതെ പഠിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഈ പുതുതലമുറയിൽ നിന്ന് ഇപ്പോൾ പഠിച്ചിട്ട് 2ാം റാങ്ക് നേടിയിട്ടുള്ള ആ ചെറുപ്പക്കാരൻ നമുക്ക് ഭാവിയിലേക്ക് വളർന്നു വരാൻ പറ്റുന്ന എഴുത്തുകാരനാണ്, സംസാരക്കാരനാണ്, പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണ്, വായിക്കാൻ പറ്റുന്ന ആളാണ്. അത്തരം ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കിതാബാണ് ഇവിടെ സംഭാവന ചെയ്തത്. ആ കിതാബ് സംഭാവന ചെയ്തത് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട സഹോദരനാണ്. പേര് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഈ സഹോദരനെ പോലെ തന്നെ ഏതാണ്ട് പ്രായമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്, ഏതാണ്ട് ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ SYF-യുമായി മറ്റൊക്കെ പ്രവർത്തിക്കുന്ന. അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട തന്റെ ബാപ്പായുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാനും ബാപ്പാക്കൊരു വലിയ സമ്മാനവും സദഖയുമായി കൊണ്ടാണ് അദ്ദേഹം ആ കിതാബ് സംഭാവന ചെയ്തത്. അത് ഈ ആള് തന്നെ ആവശ്യമുള്ള കിതാബ് ചോദിച്ചിട്ടെന്ന് പറഞ്ഞതാണ് ആ കിതാബാണ്. ആ കിതാബ് നൽകിയിട്ടുള്ളത് സ്വന്തം ബാപ്പ മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാനും അവർക്ക് സദഖയായി ഭവിക്കാനുമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരും നമ്മുടെ എല്ലാ സംഭവങ്ങളിലും ഉണ്ടായിരുന്നവരും അങ്ങാടിപ്പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നവരുമാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. അവരുടെ മകൻ ചെയ്ത ബാപ്പായുടെ പേരിലുള്ള സദഖ അദ്ദേഹം തന്നെ നേരിട്ട് ചെയ്ത സദഖയായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതിന്റെ ഫദ്ല് കൊണ്ട് അവരുടെ പരലോകത്തെ ദറജകൾ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ കുടുംബത്തിലും അള്ളാഹു ഐശ്വര്യവും റാഹത്തും നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള ചെറുപ്പക്കാർ നമുക്കിനി വളർന്നു വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വേണം. ഈ നാട്ടിലെ ചെട്ടിയാറമ്പലുള്ള SYF-ന്റെ സജീവ പ്രവർത്തകനായ, ഇപ്പോൾ ഹമീസ് മുഷരിഫിലെ നമ്മുടെ ICS-ന്റെ പ്രധാന പ്രവർത്തകനായ ഷെഫീഖിന്റെ മകൻ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച മകനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മരിച്ചത്. അങ്ങനത്തെ മക്കളെ നമുക്കുണ്ടാവും. അത്തരം മക്കൾ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ പഠിക്കാം, നാട്ടിൽ വെച്ചു തന്നെ പഠിക്കാം, 1ാം ക്ലാസ് മുതൽ പഠിക്കാം, ഫൈനൽ ക്ലാസ് വരെയും പഠിക്കാം. മൗലവി ഫാദിൽ ബിരുദം നേടി വഹബിയാവുന്നതോടൊപ്പം അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഭൗതിക ഡിഗ്രിയും അദ്ദേഹത്തിന് നേട്ടയ്ക്കുണ്ടാവും. ആ വിധത്തിൽ പഠിക്കാൻ പറ്റുന്നവർ തയ്യാറായി 1ാം ബാച്ചിലേക്ക് നമ്മുടെ നാടിൽ നിന്നും പരിസരത്തിൽ നിന്നും തന്നെ ആളുകൾ വരാൻ പരിശ്രമിക്കണം. ആ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് പ്രത്യേകം ഇവിടെ വിതരണം ചെയ്തത്. നിങ്ങൾ എല്ലാവരും അതിൽ സഹകരിക്കണം. അതിന് നമ്മൾ അത്യാവശ്യം പറ്റുന്ന എല്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ നല്ല മുതൽ മുടക്കോടുകൂടെ തന്നെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ മൂല്യന്മാരുടെ ശമ്പളം കൊടുത്താൽ മതിയാവില്ല, കുറച്ച് നല്ലോ കൊടുക്കേണ്ടി വരും. ജോലിക്ക് ഓറെ കിട്ടുന്ന രീതിയാണ് നമ്മൾ മൂല്യന്മാർ വേറെ കുറിച്ചിട്ട് വരല്ല, കാരണം അങ്ങനെ കൊടുക്കേണ്ടി വരികയാണല്ലോ. അങ്ങനെ വരുന്ന ആ ശമ്പള പ്രകാരം നമ്മൾ ആളുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്ത്. അപ്പൊ അതിന് പറ്റുന്ന ആളുകൾ പ്രത്യേകം ഇതിലേക്ക് തെരഞ്ഞെടുത്ത് വരണം. അതാണ് നമ്മൾ പ്രത്യേകം ഉദ്ദേശിക്കുന്നത്. ശൈഖുനാബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണിത്. നിങ്ങളിപ്പോ കേട്ടല്ലോ, ശൈഖുനാബുകൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ സേവനം. ഈ സേവനം ചെറിയൊരു സേവനമല്ല. അതിന്റെ ഒരു ചെറിയ അമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സമതുമലിവർഗങ്ങൾ പറഞ്ഞ ആ പ്രത്യേക യോഗത്തിന്റെ സംഭവവും ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ മർഹൂം അവർകളെ ഈ സംഘത്തിന്റെ പ്രസിഡന്റാക്കിയതുമായ ആ രഹസ്യം നമ്മൾ പ്രത്യേകമായി നല്ലോണം മനസ്സിലാക്കണം. നമ്മുടെ കോളേജിന്റെ 50ാം വാർഷികം പൂർത്തിയായി നമ്മൾ ആഘോഷിച്ചതുപോലെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ഇംഗ്ലീഷ് കണക്ക് പ്രകാരമുള്ള 50 വർഷം അടുത്ത വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ തികയാണ്. അടുത്ത വർഷത്തിൽ, അതായത് 2017 നവംബർ വരുമ്പോ നമ്മുടെ സംഘടനയ്ക്ക് ഇംഗ്ലീഷ് പ്രകാരം നമുക്ക് 50 വർഷം പൂർത്തിയായി. ഈ സംഘത്തിന്റെ തലപ്പത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാബുകൾ താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവർകളെ സ്ഥാപിക്കുന്നതോടുകൂടെ ഈ നൂറ്റാണ്ടിലെ മധ്യാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാബുകൾ ഇതിന്റെ അന്ത്യാർത്ഥത്തിൽ അടുത്ത നൂറ്റാണ്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്ത സേവനത്തിന്റെ ഒരു മഹത്തായ സന്തോഷം, അതിന്റെ അകത്തുള്ള അന്തർരഹസ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ നൂറ്റാണ്ടിന്റെ 21ാം നൂറ്റാണ്ട് ഇംഗ്ലീഷ് കണക്കില്ല, അങ്ങനെയാണ് ലോകത്തിന്റെ കണക്ക്. ആ 21ാം നൂറ്റാണ്ട് മുൻപുള്ള 20ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ശൈഖുന പിറക്കുന്നത്. 20ാം നൂറ്റാണ്ടിൽ പിറക്കുന്ന ശൈഖുന അവറുകളും നമ്മുടെ ആദാപുരത്ത് ഓറും ഒരേ കൊല്ല മറക്കുന്നത്. ഇംഗ്ലീഷ് കണക്ക് പ്രകാരം 1906 തന്നെ ഓറുടെയും ബഹുമാനപ്പെട്ട ശൈഖുനയുടെയും ഒക്കെ. അപ്പൊ ഈ കണക്ക് പ്രകാരമുള്ള ബഹുമാനപ്പെട്ട ശൈഖുനയുടെയും ഓറുടെയും ഒക്കെ ജന്മ നൂറ്റാണ്ടാണ് 20ാം നൂറ്റാണ്ട്. അവരുടെ വളർച്ചയും അവരുടെ വഫാത്തും എല്ലാം നടന്നത് 20ാം നൂറ്റാണ്ടിലാണ്. ആ 20ാം നൂറ്റാണ്ടിന്റെ സാരഥികളായി വരുന്ന ആലിമീങ്ങൾക്ക് ഇന്ന് 20ാം നൂറ്റാണ്ടിൽ പ്രഗത്ഭരായിരുന്ന ആലിമീങ്ങൾക്ക് ഒരു സവിശേഷതയുണ്ട്.
കേരളത്തിലെന്നും ഷാഫി മദ്ഹബിന്റെ ഉലമാക്കൾക്കിടയിൽ, ഷാഫി ഫുഖഹാഇനിടയിൽ, ഷാഫിഈ മദ്ഹബിലുള്ള 2 ഗ്രൂപ്പുകൾ എന്ന പോലെ 2 ലൈനുകൾ കേരളത്തിലെ ഉലമാക്കൾക്കിടയിൽ ഒന്നുമുണ്ട്. ആ 2 ലൈനുകൾക്ക് നേതൃത്വം നൽകുന്നവരും പരസ്പര ബഹുമാനമുള്ള, ഏറ്റവും മനസ്സ് അടുപ്പമുള്ള ഉഖർവിയായ ആലിമീങ്ങളായിരുന്നു. അതുകൊണ്ട് അവർക്കിടയിൽ അസൂയയുടെ പകയുണ്ടാവില്ല, അസൂയ ഉണ്ടാക്കുന്ന പക വരില്ല, അസൂയ ഉണ്ടാക്കുന്ന വിദ്വേഷം വരില്ല. കാരണം അള്ളാന്റെ പൊരുത്തവും അള്ളാന്റെ ദീനും അള്ളാന്റെ ഇൽമുമാണ് അവരുടെ ലക്ഷ്യം. ആ ഇൽമ് സാധാരണക്കാർക്ക് എങ്ങനെ നൽകണം? സാധാരണക്കാർ വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ. എളുപ്പം ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവും, കടുകട്ടിയിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവും. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ശിദ്ദത്തും അതുപോലെ തന്നെ ഹിഫത്തും, ഇത് രണ്ടുമാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. ഒന്ന് നല്ല പരുപരുക്കൻ കട്ടി സ്വഭാവം, മറ്റൊന്ന് എല്ലാം സാ. അത് പച്ച സാ നിട്ടാലും തെറ്റാണ്, കൊട്ടുകിട്ടുകൊണ്ടുള്ള കട്ടിട്ട് ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞാലും തെറ്റാണ്. വിട്ടുവീഴ്ചയും വേണം, കടുകട്ടി എന്നിടത്ത് എത്താതെ കട്ടിയും വേണം, കട്ടിയും വേണം, ഹിഫത്തും വേണം. ഇത് രണ്ടും കൂടി സമന്വയിച്ചു കൊണ്ടുപോവുക എന്നതാണ് ദീനിന്റെ ലക്ഷ്യം. ദീനിന്റെ യഥാർത്ഥത്തിലുള്ള റൂട്ട് ഇതാണ്. ഈ 2 റൂട്ടിലൂടെ പോകുന്നതിനു വേണ്ടി 2 റൂട്ടുകാരായ ജനങ്ങളെയും സ്വാംശീകരിക്കുന്നതും അവർക്ക് 2 കൂട്ടർക്കും അവലംബമായി നിൽക്കുന്നതുമായ ആലിമീങ്ങൾ കേരളത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. 2 ധാരയിൽ. ആ 2 ധാരയിലായിട്ട് 20-ാം നൂറ്റാണ്ടിന്റെ മുൻപത്തെ 19-ാം നൂറ്റാണ്ടിൽ പൊന്നാനി ഉലമാക്കളിൽ നിന്ന് 2 ധാരയുടെ സാരഥ്യം ഏറ്റെടുത്തിരുന്നവരാണ് ബഹുമാനപ്പെട്ട വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാരും മഹദൂം പുതിയകത്ത് കുഞ്ഞമ്പാവും. മഹദൂം പുതിയകത്ത് കുഞ്ഞമ്പാവ് മുസ്ലിയാരും കുട്ടിയാമു മുസ്ലിയാരും 2 പേരും 2 റൂട്ടാണ്. 2 ആളും പൊന്നാനിപ്പള്ളിയിലെ മുദരിസ്മാരാണ്. 2 പേരും ജീവിക്കുന്ന കാലത്ത് അനുഭവിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ശരീക്ക്, സമസ്തയുടെ ആദ്യകാലത്ത് തന്നെ മെമ്പർ സ്ഥാനം വഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മൗലാന മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവർ പഠിക്കുന്ന കാലത്തെ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു മഹാഭാഗ്യം ഈ മഹാത്മാക്കളുമായിട്ടുള്ള ബന്ധവും അവരിൽ നിന്ന് നേരിട്ട് പലതും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളതും ആ കേൾക്കുന്നത് പേർക്കാതെ ലൊബുത്ത് ചെയ്ത് തന്നെ ഓർമ്മ വെച്ചിട്ടുള്ളതാണ്. അതൊന്നുമാണല്ലോ ലൊബുത്ത് ചെയ്ത് ഓർമ്മ എന്നൊരു കാര്യമാണ്. നാത്ത് ഉസ്മാൻ മൊയ്ലിയർ പറഞ്ഞപ്പോൾ ആ ഓർമ്മ ലൊബുത്ത് പറ്റ തെറ്റൊരു മൊയ്ലിയർ പറഞ്ഞത് ഷബീർ അലി എന്നത്. അയാൾക്ക് ലൊബുത്തില്ല. ഷബീർ അലി പറയുമ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും വന്നാണല്ലോ. ഷബീർ അലി ഹദറത്ത് AP അബൂബക്കർ മുസ്ലിയാരുടെ ശരീക്കാണ്. ഒരു 2 ആൾ ഒരു കാലത്താണ് പഠിച്ചത്. AP അബൂബക്കർ മുസ്ലിയാരുടെ കാലത്തുള്ള ശരീക്കാണ് ഷബീർ അലി ഹദറത്ത്. അദ്ദേഹം പറഞ്ഞ സംഭവം അങ്ങനെയല്ല ഉള്ളത്. ശൈഖുനാ അവറുകളെ നേരിട്ട് സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മളത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ശൈഖുനായുടെ പുസ്തകത്തിൽ ജീവചരിത്രത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് വായിച്ചാൽ മതി. അതിന് തന്നെ മനസ്സിലാവും. കുത്തുവ പരിഭാഷയുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായത് മൗനാലൽ മർഹൂം അബ്ദുൽ ജബ്ബാർ ഹദറത്ത് അവറുകളും മദ്രാസിലെ മുഫ്തിയായിരുന്ന തമീം ഹദറത്ത് എന്ന് പറയുന്ന ആളും തമ്മിലാണ്. തമീം ഹദറത്തും മദ്രാസ്. തമീം ഹദറത്ത് എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട ചാലിയാത്തി അവരുടെ ഗുരുവര്യരാണ്. ചാലിയാത്തി അവരുടെ ഗുരുവര്യര് പരിഭാഷ എന്ന് പറയുന്നതും അറബിയല്ലാത്ത ഭാഷ എന്ന് പറയുന്നതും ഖുതുബയിൽ പാടേല്ല ഉപയോഗിച്ചുകൂടാന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഹറാമാന്നും എഴുതിയിട്ടില്ല, ഫത്വയൊന്നുമില്ല. ഏതായാലും അത് ചെയ്യരുത്, തീർത്തും മിണ്ടരുത്, മിണ്ടിപ്പോകരുത് എന്നാണ്. അബ്ദുൽ ജബ്ബാർ ഹദറത്ത് അല്ലെങ്കിൽ തന്നെ ഹനഫിയല്ലേ. ഹനഫിയൊക്കെ അല്ലെങ്കിൽ തന്നെ അബ്ദുൽ ഹയ്യ് ലക്കനബിയുടെ ഒക്കെ വഴി പ്രകാരം ഏത് ഭാഷയിലും അത് നല്ല ലക്ഷറടിച്ചിട്ട് ഒരു വെറും അറബി അല്ലാത്ത ഭാഷയിൽ തന്നെ കുത്തുപോലിക്കളും. അങ്ങനത്തെ കൂട്ടർ ഹനഫികളിലുണ്ട്. അപ്പൊ ചില ആളുകൾ അറബി അല്ലാത്ത ഇന്ത്യ ഹറാമാന്ന് അറിയുന്നുണ്ട്. അബ്ദുൽ ഹയ്യ് ലക്കനബി അറിയപ്പെട്ടതാണ്. കാര്യപ്പെട്ടവരൊക്കെ എന്തും ഭാഷയാകാന്നുള്ളതാണ് ഹനഫികൾ. അപ്പൊ ആ രീതിയിലുള്ള ഹനഫി മദ്ഹബുകാരനായ അബ്ദുൽ ജബ്ബാർ ഹദറത്തിന് അറബി അല്ലാത്ത ഭാഷയിലാണ് കുത്തുബ ഓതേണ്ടതെന്നും ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാവലാണ് നല്ലതെന്നും അഭിപ്രായം. അത് നമ്മളെ അഭിപ്രായമല്ല, നല്ലത്. കുത്തുബ പരിഭാഷ മുൻകൂടാന്നല്ല, പരിഭാഷയാണ് നല്ലത് എന്ന അഭിപ്രായമാണ് അബ്ദുൽ ജബ്ബാർ ഹദറത്തിന്. അവർ 2 പേരും തമ്മിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡന മണ്ഡലങ്ങൾ നടന്നിട്ടുണ്ട്, തസ്നീഫുകൾ നടന്നിട്ടുണ്ട്. ആ തസ്നീഫിൽ തമീം ഹദറത്തിന്റെ ഒരു തസ്നീഫ് അവസാനം വന്നത് മറുപടി പറയാൻ പറ്റാത്ത വിധം കനപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു. അവിടെ അബ്ദുൽ ജബ്ബാർ ഹദറത്ത് അവർക്ക് അതിന് മറുപടി പറയാൻ കുറച്ച് വിഷമം തീർച്ചിട്ടുണ്ട്. എവിടെയാണ് പറയേണ്ടത് അറിയാതെ. അപ്പൊ ശൈഖുനാ അവറുകളെ വിളിച്ചിട്ട് മൂപ്പർ ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾ ഇതിനൊരു ഖണ്ഡന എഴുതണമെന്ന്. അബ്ദുൽ ജബ്ബാർ ഹദറത്തിന്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരനായിരുന്നു ശൈഖുനാ. ഷെയ്ഖുനാന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ അടുത്ത ആൾ CN അഹമ്മദ് പറ്റിയിരുന്നു. ഇത് രണ്ടും മനസ്സിലാക്കിയതിന്റെ മറി CN അഹമ്മദ് വലിയ വലിയ ബുദ്ധിമാനാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ അവറുകൾ പറയണം, ഇപ്പോൾ അബ്ദുൽ ജബ്ബാർ ഹദറത്തിന്റെ ബഹസിൽ പേച്ചതാണ് CN. അബ്ദുൽ ജബ്ബാർ ഹദറത്ത് അത് വലിയ ബുദ്ധിമാനിയാണ്.
ബുദ്ധിമാനിയായ അദ്ദേഹം ക്ലാസ്സിനിടയിൽ വമ്പം വഹത്ത് പറഞ്ഞാൽ തനിച്ച വിദേഹത്തുകൾ എന്നെ പറയും. തനിച്ച വിദേഹത്തുകളാണ് ഈജിപ്തിൽ എന്ന് പറയില്ല. മുമ്പ് ഈ തൂണ് സ്വർണ്ണാണെന്ന് ഞാൻ മന്തിക്കൊണ്ട് സ്ഥാപിച്ചു തരാം. അസ്ഹറിലെ വിലമാക്കളോട് ഈ തൂണ് അവിടെ അന്ന് മന്തിക്ക് പഠിപ്പിക്കൂല, അസ്ഹറിലെ അന്നത്തെ സുവർണ കാലത്തിൽ. അപ്പൊ മന്തിക്ക് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം പറയുന്ന ഈ തൂണ് സ്വർണ്ണമാണെന്ന് ഞാൻ നിങ്ങൾക്ക് മന്തിക്ക് കൊണ്ട് തെളിയിക്കാൻ നിങ്ങളുണ്ടോ സംവാദത്തിൽ എന്നാ ചോദിക്കണം. അതാണ് മന്തി. അത്ര വലിയ ബുദ്ധിമാനിയാണ്. മൂപ്പരുടെ ഗന്ധമുണ്ട്. ആ ഗന്ധത്തിൽ വഹദത്തുൽ വജൂദിനെ പറ്റി എഴുതിയ ഗന്ധം ശൈഖുനാബറുകൾ അങ്ങനെ ഗന്ധമുണ്ട് എന്നൊരു ഫത്വി പറഞ്ഞിരുന്നു. ഈ ഫത്വി പറഞ്ഞ ഗന്ധം വെച്ചിട്ട് ഞാൻ ആ ഗന്ധം എഴുതിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെല്ലൂരിലിരിക്കുന്ന ആളുകളോട് പ്രത്യേകം പറഞ്ഞിട്ട് അവരെന്റെ ഫോട്ടോഷാറ്റ് എടുത്ത് അയച്ചിരുന്നു. ഞാനത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കുമ്പോൾ ഞാൻ അന്തം പറഞ്ഞു, എന്താ റബ്ബേ ഈ പറയുന്നത്? അങ്ങനെ പറയുന്ന ഒരു ഗന്ധത്തിൽ എന്താ ഈ പറയുന്നത്? എന്താ രസമായി പാർക്കുന്നത്. അതിലെന്റെ ആകൃഷ്ടനായി പോകും. അറബിലെ വഹദത്തുൽ വജൂദിനെ പറ്റിയുള്ള ഗന്ധാണ്. പറഞ്ഞു വരുമ്പോ എന്താ മൂപ്പർ പറയുന്നത്? മൂപ്പരുടെ ശൈഖ് ബാനി ഹദ്റത്ത് വഹദത്തുൽ വജൂദ് സുബൂത്താക്കുന്ന ആളാണ്. അപ്പൊ വഹദത്തുൽ വജൂദ് ഉള്ളത് തന്നെയാണ്. അത് സുബൂത്താക്കുന്ന പേവാന്ന് പറഞ്ഞാൽ പറ്റൂല. പക്ഷെ അത് പോയാൽ കുറച്ച് വിഷമുണ്ട് പറഞ്ഞിട്ട് മൂപ്പർ കിട്ടും. രണ്ടിനും കൂടി സമന്വയിപ്പിക്കാൻ മൂപ്പർ. പക്ഷെ വായിച്ചു നോക്കുമ്പോൾ പ്രകീർത്തനമല്ല യഥാർത്ഥത്തിൽ വരുന്നത്. അങ്ങനെ മനസ്സിലായിക്കോളി. അങ്ങനെ വായിച്ചപ്പോ ഞാൻ ഈ ഗന്ധവുമായി ബഹുമാനപ്പെട്ട നാദാബത്ത് ഓർത്തു പോയി. പിന്നെ ഞാൻ അവലംബാവിലെ ശൈഖുന വഫാത്തായതിന്റെ ശേഷം അത് കിട്ടുന്നത്. ഞാൻ ആ അവലംബത്തിന് ഉച്ചന്റെ നേരത്താ ചെന്നത്. ഉച്ചക്ക് ഓരുടെ ചോറ് കഴിച്ചിട്ടില്ല. ഉച്ചക്കത്തെ നിസ്കരിക്കാൻ പോകുന്ന നേരത്തുള്ള ശബ്ദം കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നേരത്തെ ചെന്നിട്ടാ പിന്നെ അവിടെയുള്ള അന്നത്തെ ചില മൂല്യന്മാർക്ക് വലിയ വിരാന്ത. എന്താ വെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചോദിക്കാണ്ടാവും, പറയാണ്ടാവും. അപ്പൊ ഓർ അന്നത്തെ ദർശൊക്കെ പോകും. ഇനിയിപ്പോ ഒന്ന് ദർശിട്ടാലും ഞങ്ങൾ ദർശ് കളയാനാന്നൊക്കെ പറയും ചിലർക്കാണെങ്കിൽ വലിയ സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ നടന്നോട്ട് എഴുതി. ചിലർ തട്ടിന്റെ മുകളിൽ ഇങ്ങനെ നോക്കിക്കും ഇവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ എങ്ങനെയാണ് എന്ന് അതാ വരുന്നത്. ഞാനിത് വായിക്കുന്നത് ഓർക്ക് നല്ല വിഷമം വരുന്ന ആ ഉച്ച നേരത്താണ്. ആ ഉച്ച നേരത്ത് ആദ്യം മുതൽ അവസാനം വരെ വായിക്കാം. പേജുകളോളുണ്ട്. ഏതാണ്ട് 80-100ഓളം പേജുണ്ട്. ആ 80-100ഓളം പേജുള്ള ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചപ്പോൾ ഓരോ ഫുള്ളായിട്ട് കേട്ട് ഞാൻ മുഖത്തേക്ക് വല്ലാത്ത ഇബാറത്ത് തന്നെ എടുക്കുന്നുണ്ട്. വല്ലാത്ത ഇബാറത്ത് നിന്ന് അങ്ങനെ വായിച്ചു നോക്കുമ്പോ ആ കിതാബ് പറഞ്ഞ് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാണ് മൂപ്പർ പറഞ്ഞു പോകുന്നത്. മൂപ്പർ കൂട്ടാണ് പറയുന്നത്. അങ്ങനെ മൂപ്പരുടെ സമർത്ഥന രീതി നടത്തും. ആ സമർത്ഥന രീതി നോക്കുമ്പോൾ സമർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി ബുദ്ധിപരമായിട്ടാണ് സമർത്ഥിക്കുകയാണ്. അവിടെ തുച്ഛമൊന്നുമില്ലല്ലോ, ഷാഫി മദ്ഹബില്ലല്ലോ. അതുകൊണ്ട് ആ ഷാഫി മദ്ഹബിന്റെ നിയന്ത്രണം വരാത്ത വിധത്തിലുള്ള സംസാരം ചിലപ്പോൾ ഏറിപ്പോവുകയാണ്. അതൊന്നായിട്ടാണ് കൂടിയിട്ട് വന്നപ്പോ ഓറ് പറഞ്ഞ് ഓരുടെ തർക്കണ്ടിയിൽ ഓറ് പറയുന്നത് അതിലെന്താ പത്ര പുതുമ ഇങ്ങനെ പറയുക. അതിലെന്താ പത്ര പുതുമ? ഞാൻ എന്താന്ന് ചോദിക്കുന്നില്ല. എന്താ എന്റെ ചോദ്യം എന്ന് ഓരോട് പറഞ്ഞിട്ടില്ല. വായിച്ചിട്ട് ആ മേപ്പെട്ട് മൂപ്പറോട് ഇങ്ങനെ നോക്കി അതിലെന്താ അത്ര പുതുമ? തർക്കണ്ടിയിൽ ഓറ് പണ്ട് എന്നെ വേഗം പോയി കണ്ടുവന്നിക്ക തലശ്ശേരിയിൽ അവിടെ കാസർഗോട്ടെ യോഗത്തിന് വന്നപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഓർങ്ങനെ വിവരിച്ചു. ഇതാണ് ബഹുമാനപ്പെട്ടവർ. ഈ അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത് അവരുടെ ശൈലിയായി തനിക്ക് ബോധ്യപ്പെട്ട് തന്റേതായ രീതിയിലാണ് അവർ സമർത്ഥിക്കാം. ബാനി ഹദ്റത്തിനോട് വമ്പിച്ച ഭക്തിയാണ്. ആ ഭക്തിയുള്ള ആ മഹാൻ അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത് ശൈഖുന അവർ ഓർക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ ഭാഷയാണ്. അബ്ദുൽ ജബ്ബാർ തന്റെ ബഹ്സിൽ പേച്ചു. മൂപ്പരതൊക്കെ ബഹ്സായിട്ട് പറയാണ് ദർശില്. മൂപ്പരുടെ ഉള്ളിലുള്ള വാദമല്ല, മൂപ്പരുടെ സങ്കല്പവുമല്ല എന്നാ ശൈഖുന പറയുന്നത്. ശൈഖുനാന്റെ നിഗമനം എങ്ങനെയാണ്? പക്ഷെ കത്തെഴുതിച്ചിരുന്നതും മറ്റുമൊക്കെ ഈ CN അഹമ്മദ് മൗലവിനെ കൊണ്ടാണ്. ഷെയ്ഖുന ചെല്ലുന്നതിന്റെ മുമ്പ്. പിന്നെ ഷെയ്ഖുന ചെന്നപ്പോ പിന്നെ ഷെയ്ഖുനയായി. ഇപ്പൊ ഷെയ്ഖുന തന്നെ പറയാ CN-നുള്ള ബന്ധം ഞാൻ മുറിച്ചു. CN-നുള്ള ബന്ധം ഞാൻ മുറിച്ചു. CN-ന്റെ കത്ത് ഇങ്ങനെ ഇവിടുന്ന് വരും. ആ വരുന്നതിന് മുമ്പ് മറുപടി എഴുതുമ്പോ ഞാനത് അയക്കൂല. ഈ ബന്ധമില്ലാതെ ഞാൻ കത്ത് അയക്കൂല. അങ്ങനെ CN-ആയിട്ടുള്ള ബന്ധം ഞാൻ മുറിച്ചതാണ്. അല്ലെങ്കിൽ അതിലാറെ കുഞ്ഞികൾ മുപ്പര തമ്മിലുള്ള ബഹ്സാണ് പോലെ. ആ രീതിയിലുള്ള ശൈഖുന ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലുള്ള ബഹ്സിലൊന്നും ശൈഖുന പെടൂല. ശൈഖുന ഇവിടുന്ന് കുത്തുബി അവർകളെ പോലത്തെ വമ്പൻ ആലിമ്യങ്ങളിൽ നിന്നല്ലേ പഠിച്ചു പോകുന്നത്. ആ വമ്പൻ ആലിമ്യങ്ങളിൽ ശൈഖുനായുടെ വാഴക്കാട്ടെ കൂട്ടുകാരാന്നറിയോ? MCC അസം മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, MCC സഹോദരന്മാരാ ശൈഖുനയുടെ റൂംമേറ്റ്. ശൈഖുന കിട്ടുന്നത് അവിടെയാണ്. അപ്പൊ കുഞ്ഞർകുട്ടിയിലൊരു പറയും, ഞാനെന്താ വിചാരിച്ചത് ഓലക്കല്ലിയിലാവും മൂപ്പര് ഊക്കലേത് ചോദ്യതാ പറയാം. ഊക്കലേദിസ് എന്നൊരു കിതാബ് എനിക്ക് ഓതണം എന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഓതി. അപ്പൊ ഞാനും ഓതാൻ കൂടി. എവിടുന്നാപ്പ റബ്ബിയൊന്ന് ഓതുക? എല്ലാരും കണ്ണിയ മൂലയുടെ കൊണ്ട് ഓതിയതാ. അപ്പൊ
കന്യ മൂലത്തുന്നല്ലാതെ എനിക്കും എന്റെ കാക്കാക്കുവാണെങ്കിൽ കന്യ മൂല കണ്ടു. മൂപ്പർക്കാണെങ്കിൽ വലിയ ഇഷ്ടമുണ്ട്, ഞങ്ങൾ ഓതാൻ ചെല്ല എന്നല്ല ഞങ്ങളെ മൂപ്പര ശിഷ്യന്മാർ എന്നറിയല്ലോ. ആ ഊപ്പ് സന്തോഷം മൂപ്പർക്ക് ഉണ്ടാകും. ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മള്. ഏതായാലും ആട്ടെ, ഇനിയിപ്പോ ഏതായാലും പോവുക എന്നും പറഞ്ഞാണ് പോയി. 5-ാം ശക്കിൽ എത്തി നോക്കുമ്പോ മൂപ്പർ പറഞ്ഞു എനിക്കും തിരിഞ്ഞില്ല, ഞങ്ങളെ കൂട്ടുകാർക്കും തിരിഞ്ഞില്ല, ഇത് എവിടെയാവൂല, ഇനി പാലിയുന്ന റബ്ബേത് തിരിയാ. 5-ാം ശക്കിൽ വരെയാണ് ഷെയ്ഖുനി മൂപ്പരെ കൊണ്ടുപോയി. ഷെയ്ഖുന 5-ാം ശക്കിൽ വരെ എത്തിയതിന് ഷെയ്ഖുനാക്ക് തമാശ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. കുഞ്ഞാൻകുട്ടിയിലേക്ക് ഇതൊന്നും അറിയില്ല. ഈ തമാശ നല്ല സ്വഭായ മനസ്സ്, ഒരാളും വക്രമായിട്ട് ചിന്തിക്കൂല, വക്രമായിട്ട് ആരോപിക്കൂല, നല്ല മനസ്സാണ് മൂപ്പര. ആ കണ്ടമായിട്ട് തന്നെ മുന്നിൽ കൂടെ പോകും. അങ്ങനെ തന്നെ എല്ലാവരും വിലയിരുത്തും ചെയ്യും. പച്ച മനസ്സ്. ആ പച്ച മനസ്സുള്ള കുഞ്ഞാൻകുട്ടി മുസ്ലിയാർ പറഞ്ഞിപ്പോ ആരോടാ പോകുക എന്ന് കരുതിയിട്ട് ഞാൻ മെല്ലെ വാഴക്കാട്ടിൽ ചെന്ന് മൂപ്പരത്തുനിന്ന് പിന്നെ പറഞ്ഞു നമ്മളെ ഷെയ്ഖുനാനെ നമ്മോട് പറയുമ്പോ അങ്ങനെ പറയാം. മൂപ്പര് ആ ചെന്നപ്പോ കാൽമക്കാലേറ്റ് ഇങ്ങനെ വർദ്ധിച്ച് കിടക്കുന്നു. അസന്റെ റൂമിൽ അപ്പൊ അസന്റെ റൂമിൽ റൂമേറ്റാ മൂപ്പര്. ആരെയും പറയുന്നത് MCC ഹസൻ മൗലവി. ഇവിടുത്തെ വഹാബിയ പ്രസ്ഥാനത്തിന് ശിലകിട്ടിയിട്ടുള്ളത് MCC സഹോദരന്മാരാണ്. മൗലാന മർഹൂം ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മക്കൾ, KM മൗലവിയുടെ അളിയന്മാർ, ബുദ്ധിരാക്ഷസന്മാരാണവർ. കുഞ്ഞാൽ ബഹുമാനപ്പെട്ട മൗലാന അവറുകൾ ഒരിക്കലും വിദ്യാർത്ഥുകാരനല്ല. വിദേഹത്തിന്റെ ഭാഷയിലേക്കും അവർ പോയിട്ടില്ല. തവസ്സുൽ ഇസ്തിവാസയുടേതായ എല്ലാറ്റിനെയും സ്ഥിരീകരിക്കുന്ന സമർത്ഥനമാണ് ബഹുമാനപ്പെട്ട മൗലാന അവറുകളുടേത്. ആവശ്യമെങ്കിൽ അതൊക്കെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. അങ്ങനെയുള്ള മഹാസുന്നിയായ ബുദ്ധിമാനിയാണ് മൗലാന മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ. ഈ ചാലിലകത്തിന്റെ നേരെ മക്കളാണ് MCC സഹോദരന്മാര്. പക്ഷെ ആറ്റ വിദേഹത്തേരാണ്. ഒരു ഈ പഴയ പൊന്നാനി ആരും ഇങ്ങനെ കണ്ടുകൂടാ. ജർമുട്ടേന്റെ തലേണ്ട പറഞ്ഞാൽ പോട്ടെ. അദ്ദേഹം പറയുന്നത് ഈ MCC സഹോദരന്മാരുടെ മൂപ്പര് കാൽമുക്കാനെ ചുമ്മാർ വർദ്ധിക്കണം. അന്ന് ഞങ്ങൾ എടാ പോടാന്നൊക്കെ വിളിക്കും. നീ ചുറ്റിക്ക് ഓർച്ചു എന്താ പറഞ്ഞെന്നുള്ള ഭാഷ ഉപയോഗിക്കുന്ന നേരത്തെ ഇനി അമ്മക്ക് കേൾക്കുമ്പോൾ വിഷമം വരാൻ എഴുതിയിട്ടാവുമ്പോൾ അന്ന് ഞങ്ങൾ എടാ പോടാന്നൊക്കെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് നീക്കാൻ പറഞ്ഞു. നിങ്ങൾ വായിച്ചോളി. മൂപ്പർ ആ കടന്നോട് തന്നെ കണ്ടു നിങ്ങൾ വായിച്ചോളി. നിങ്ങൾ ഞാൻ വരുന്ന ഇയാൾ ഇന്നല്ലാതെ ചോദിച്ചാൽ ഓതിയത് എല്ലാവരും മൂപ്പരെ കൊണ്ടുപോയി. ഇനി ആരെങ്കിലും പോയി തിരിയാ എന്ന് കരുതി മൂപ്പരുടെ മനസ്സിൽ ഓടിയതാണ് ഷെയ്ഖുനായെ. ഷെയ്ഖുനായുടെ അടുത്ത് ചെന്നപ്പോ 5-ാം ശക്കിൽ വായിച്ചു കൊടുത്തപ്പോ നിങ്ങൾ കടന്നോട്ട് കടന്നിട്ട് മൂപ്പര് ഓതിയത് കണ്ണിയ പോലെ എത്തുന്ന 5-ാം ശക്കിൽ വരെ മൂപ്പര് ഓതിയിട്ടുള്ളൂ. ഷെയ്ഖുനായിൽ നിന്ന് മൂപ്പര് മുല്ലാജാമി എന്ന കിതാബ്, നഹ്വിന്റെ വലിയ കിതാബ് ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറിൽ നിന്ന് ഓതിയിട്ടുള്ള ഈ കിതാബ് ബഹുമാനപ്പെട്ടവരുടെ 5-ാം ശക്കിൽ പറഞ്ഞ് തിരിയാഞ്ഞിട്ട് മൂപ്പര് പറയുന്നത്, മൂപ്പരെന്താ പറയുന്നത് അറിയോ? ആകെ ഒരു ചെറിയ കിതാബ്, അതിൽ 10 കഞ്ച് നോക്കും. എന്നിട്ട് കേട്ട് ബഹ്സൈതായി ഉടനാത് തിരിയുന്നത് തെഫീമിന്റെ ഒരു കൈകൂട്ട. ഇത് കുഞ്ഞാൻകുട്ടിയിലെ ഉദ്ധരിക്കുകയാണ് നമ്മൾ പറയണ്ടേ. കുഞ്ഞാൻകുട്ടിയുടെ ഭാഷയാണ്. അവർക്ക് ശരീക്കുമാരാണ്, ഒരേ വയസ്സുകാരാണ്, ഒരേ പ്രായക്കാരാണ്. രണ്ടാളും 1900 ജനിച്ചവരാണ്. ഷെയ്ഖുനാകൾക്കാൾ 6 വയസ്സ് കൂടുതലുണ്ട് കണ്ണിയമൂലിയർക്കും കുഞ്ഞാൻകുട്ടി മുസ്ലിയാർക്കും. രണ്ടാളും 1900 ജനിച്ചവരാണ്. ആ 2 മഹാത്മാക്കളും തമ്മിലുള്ള സംസാരമാണ്. അതുകൊണ്ട് നമുക്കിതിൽ പ്രവേശനമില്ല. അദ്ദേഹത്തിന് പറയുന്നത് ഞാനിപ്പോ ഉടനാ തിരി എഴുതി ചെന്ന് നോക്കുമ്പോൾ എഴുതാനാണ് ബാക്കിയാണ്. മൂപ്പറ കടന്നോടത്ത് കടന്നുകാണ്ട് തന്നെയാണ് പറഞ്ഞു നോക്കുമ്പോ എനിക്കത് നല്ലോണം തിരിയുകയും ചെയ്തു. അന്നിട്ടോ ഇന്ന് കിട്ടൂല. അന്നിട്ടോ ആ നിഷ്കളങ്ക നോക്കണങ്ങൾ. അന്ന് നല്ലോണം തിരിഞ്ഞു, ഇന്നിപ്പോ അത് കിട്ടൂല എന്നാണ് മൂപ്പര് പറയുന്നത്. അന്നിട്ടോ എന്ന് പറഞ്ഞ ആ തിരിവ് ഷെയ്ഖുനായിൽ നിന്ന് തിരിയുമ്പോ അന്നത്തെ ഷെയ്ഖുനായുടെ റൂംമേറ്റാണ് MCC ഹസൻ മൗലവി അവർ. അവരൊക്കെ ഇടയിൽ എല്ലാവരും വിചാരിച്ചത് മൂപ്പർ അതാണ്. അക്കാലത്താണ് പുളിക്കൽ മൂസാ മൗലവി, PK മൂസാ മൗലവി എന്ന് പറയുന്ന ആളെ ദാറുൽ ഉലൂം നടത്തുന്ന അധികാരി പരീക്ഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. പുളിക്കൽ മൂസാ മൗലവി എന്ന് പറയുന്നത് അന്നത്തെ MCC സഹോദരന്മാരുടെ കൂട്ടത്തിലുള്ള ആൾ, വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ്. ആരാണ് അവിടുത്തെ അന്നത്തെ സദർ മുദരിസ്? ബഹുമാനപ്പെട്ട ഖുതുബി അവർകൾ. ഖുതുബി അവർകളുടെ ദർസ് പരിശോധിക്കാൻ വരുന്നത് PK മൂസാ മൗലവി. അധികാരി വിളിച്ചിട്ടല്ലേ, ഒരു അന്യനമാണല്ലോ എഴുതിയിട്ട് വിളിച്ചെത്താൻ വേണ്ടി വന്ന് അദ്ദേഹം പരീക്ഷയ്ക്ക് വന്നപ്പോ എന്തിനാ വന്ന് ചോദിച്ചു പറഞ്ഞു മൂപ്പര്. ഒറ്റ ചോദ്യമല്ലേ ഉണ്ടാവുള്ളൂ ഖുതുബി അവർകളുടെ. അത് ഉദ്ധരിച്ചു വരുമ്പോ ഞാൻ അവരുടെ സംസാരം കേട്ടിട്ടില്ല, കേട്ടവർ ഉദ്ധരിച്ചു വരുമ്പോ ആ കാലത്തിൽ പറഞ്ഞുതരും. എന്തിനാ വന്ന്? പരീക്ഷ. അധികാരി പറഞ്ഞാച്ചാ പരീക്ഷ നടത്താൻ ഇയാൾ പറഞ്ഞു. പരീക്ഷ നടത്താൻ അധികാരി പറഞ്ഞാച്ചാണ്. അപ്പൊ ഖുതുബി ആ കടന്നോട്ട് കണ്ടിട്ടെന്ന് ചോദിച്ചു പറഞ്ഞു. ഖുതുബിന്റെ ആ ഊക്കാൻ പറയട്ടെ, കടന്നേരത്ത് കടന്ന് മൂപ്പരാകെ ഒന്ന് കിടക്കുന്നിടത്തിന് എഴുന്നേറ്റ് വന്നത് തറക്കണ്ടിയിലെ ഓറ്. അങ്ങനെ ആ സദസ്സത്തിൽ വന്നപ്പോ ആ കടക്കുന്നിടത്തിന് എഴുന്നേറ്റിരുന്ന് അവരെ എത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് പാങ്ങിൽക്കാർ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വന്നു. അപ്പോഴൊന്നും എഴുന്നേറ്റില്ല, ആ കടപ്പ് തന്നെയാണ്.
അതാണ് ബഹുമാനപ്പെട്ട കുത്തുബി അവരുടെ സ്ഥാനം. ഇവരൊന്നും കണ്ട എഴുന്നേൽക്കേണ്ടതല്ല. അവർ എഴുന്നേൽക്കുന്നത് കുതിരാക്കലായിട്ട് തോന്നുന്നു നിർത്തും. നമ്മളൊരു കുട്ടി വരുമ്പോൾ വെറുതെ എഴുന്നേറ്റാൽ പോലത്തെ കുതിരാക്കലാന്ന് തോന്നൂലേ? അതേ രീതിയിലുള്ള ഒരു സംഗതി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത്. ആ ബഹുമാനപ്പെട്ടവർ നമ്മൾ പറഞ്ഞു പരീക്ഷയ്ക്ക് വന്നപ്പോ ബഹുമാനപ്പെട്ട കുത്തുബി അവറുകൾ പറഞ്ഞു വന്നു പരീക്ഷയ്ക്ക് അധികം പറഞ്ഞാച്ചാണ് എന്ന് പറഞ്ഞപ്പോ ഇവിടെ മഹല്ലി, ജംഉൽ ജവാമിഇ, ബൈവാദി തുടങ്ങിയിട്ടുള്ള കിതാബുകളാണ് ദർസ്. നീ ജംഉൽ ജവാമി ഓതിയിട്ടുണ്ടോ? നീ ജംഉൽ ജവാമി ഓതിയിട്ടുണ്ടോ? ഓതിക്കണമെങ്കിൽ തന്നെ മൂപ്പര ഓതിക്കുന്നവർ അയാൾക്ക് വെക്കോ? നീ ജംഉൽ ജവാമി ഓതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞോടുകൂടി ഇയാൾ ഞെട്ടി, ഒറ്റ ഞെട്ടി. പിന്നെ അയാളെ പരീക്ഷ കഴിഞ്ഞല്ലോ. എന്റെ ജംഉൽ ജവാമിയും ഞാൻ ഓതിക്കൊടുത്ത ബൈവായും പരീക്ഷിക്കാൻ ആരാടോതുന്ന? അപ്പൊ അധികാരി പരീക്ഷ ഉണ്ടാക്കുകയാണ്. ആ പരീക്ഷയ്ക്ക് ആളെ വിളിക്കുകയാണ് അന്നത്തെ ശൈലി പ്രകാരം. അന്നാണ് കുഞ്ഞർകുട്ടി മത്സരം. അന്നാണ് ബഹുമാനപ്പെട്ടവരെ കള്ളി തിരിഞ്ഞത്. ബഹുമാനപ്പെട്ടവർ അന്നത്തെ ചെറിയ കുട്ടിയേക്ക് പഠിപ്പിച്ചു. കുട്ടികളിതല്ലോ ഈ മൂസാ മൗലവിന്റെ പിന്നിൽ നിന്ന് അങ്ങനെ പാടിയാകുന്നുണ്ട്. അയാളെ നോളാക്കിയിട്ടുണ്ട് വിട്ടു. ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഷെയ്ഖുനാ അവർകളാണ്. MCC അസം മുസ്ലിയാരുടെ ക്ലാസ്സിൽ റൂംമേറ്റായി നിൽക്കുമ്പോൾ മനസ്സു പോലെ കൂടിയാണ് ആ വിചാരം. പക്ഷേ PK മൂസാ മൗലവി ഓരോരുത്തുനിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് കുത്തുബി അവർകളിൽ നിന്ന് കേട്ടപ്പോ മൂസല്ലദീ റബ്ബാഹു ദർസിലെ വരട്ടല്ലേ റാഗിങ്. ഈ റാഗിങ് പ്രകാരം എല്ലാവരും മൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു മൂസല്ലദീ റബ്ബാഹു ഫിർഔന മുർസലൂ എന്ന് പറഞ്ഞ് ഇയാൾ അങ്ങനെ ശരിയാക്കി. ഇതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ. ആ ശൈഖുനാ അവർകളുടെ അക്കാലത്തെ കേരളത്തിലെ 2 റൂട്ടിന്റെ വലിയ നേതാക്കളാണ് ബഹുമാനപ്പെട്ട കുട്ടിയമ്മ മുസ്ലിയാർ അവർകളും മഹദും പുതിയത്ത് കുഞ്ഞമ്പാവ് മുസ്ലിയാരും. അവർ 2 പേർക്കും ഇടയിലുള്ള ബന്ധങ്ങൾ ബഹുമാനപ്പെട്ട കുഞ്ഞറകുട്ടി മുസ്ലിയാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ തുടങ്ങിയത്. ആ ബന്ധം ഇങ്ങനെ പോയതാണ്. നമ്മളെ മമ്മദാജിന്റെ വർത്താനം പോലെ ഇങ്ങനെ പോകും ചരിത്രം പോകുമ്പോ. അല്ല അവിടുന്ന് വന്നു വഴിക്ക് വന്നു. ഈ 2 ആലിമീങ്ങളും തമ്മിലുള്ള ബന്ധം കുഞ്ഞറകുട്ടിയിലൊരു പറയും. ഒരു കൂട്ടർ ഫത്വക്ക് വന്നാല് കുട്ടിയെ മുസ്ലിം ഫത്വ കൊടുത്തത് കണ്ടാല് അത് മറ്റേ ആള് നല്ലോണം ചോദിച്ചറിയും എന്താ കൊടുത്തതെന്ന്. ഈ വന്ന ആളുകളെ നല്ലോണം വിചാരണ ചെയ്തിട്ട് ശരിയാക്കിയിട്ട് അവർക്കൊരു എളുപ്പം കൊടുക്കാണ്ട് ഒരു നിരാശയിൽ പോകുകയാണെന്ന് കണ്ടാൽ എളുപ്പത്തിന്റെ ഒരു വജഹ് കണ്ടിട്ട് അതിൽ മറ്റൊരു ഫത്വ ബഹുമാനപ്പെട്ട കുഞ്ഞമ്പാവലിന് കൊടുക്കുന്നു. കുഞ്ഞമ്പാവലിന് കടുപ്പുള്ള ഫത്വ കൊടുത്തിക്കണമെന്ന് ചോദിച്ചാല് ഇതേ കൂട്ടർക്ക് എളുപ്പം കൊടുക്കാൻ പറ്റുന്ന വല്ല വഴിയുമുണ്ടെങ്കിൽ കുട്ടിയെ മുസ്ലിയാർ ആ ഫത്വ ഇവർക്ക് മെല്ലെ വിളിച്ചിട്ട് കൊടുക്കുക. ഇതാണ് ആ 2 റൂട്ടിലൂടെ പോകുന്നതിന്റെയും നേട്ടം. ജനങ്ങൾക്ക് ഉപകാരമായിരുന്നു. ത്വലാഖ് ചൊല്ലിയ ഒരു മനുഷ്യന് ആ ത്വലാഖ് 3 ത്വലാഖാണോ അല്ലേ എന്ന് സംശയം വരുമ്പോ 3 ത്വലാഖാണെന്നും അല്ലെന്നും ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരും. പക്ഷേ അല്ലെന്ന് പറയുന്നവരുടെ ചെറുക്ക് എളുപ്പം കിട്ടും സാധാരണക്കാരന്. ആണെന്ന് പറയുന്നവരുടെ ന്യായമുണ്ടെങ്കിലോ ആ ന്യായം നോക്കണമെന്ന് മാത്രം. ഇവർ 2 പേരും ന്യായത്തിലേ നോക്കുള്ളൂ. അത് അന്നത്തെ വലിയ റൂട്ട്. ആ റൂട്ട് കഴിഞ്ഞ ശേഷം കേരളത്തിലെ ഉലമാഇന് 20-ാം നൂറ്റാണ്ടിന്റെ ആ ആരംഭം മുതൽക്കുള്ള 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഉലമാ ഷാഫി മദ്ഹബുകാരായ ഉലമാ 2 വ്യത്യസ്ത റൂട്ടുകളിലാണ്. ഒരു റൂട്ടിന്റെ വക്താവും നേതാവും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവർകൾ. മറ്റൊരു റൂട്ടിന്റെ വക്താവും നേതാവും ബഹുമാനപ്പെട്ട മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സമസ്തയുടെ സ്ഥാപകർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ റൂട്ടും ബഹുമാനപ്പെട്ട കുത്തുബി അവർകളുടെ റൂട്ടും. ജുമാ തുടങ്ങണോ കുത്തുബി അവർകളെ സമീപിച്ചാൽ മതി. ജുമാ തുടങ്ങിയിട്ട് ജുമാ തുടങ്ങാൻ ഒരു വജ്ജുമില്ലാന്ന് ഉണ്ടാക്കണോ എന്നാ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അന്ന് അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. ജുമാന്റെ കാര്യം അന്നത്തെ കാര്യമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവർക്ക് ജുമാ തുടങ്ങാനുള്ള എളുപ്പങ്ങളെല്ലാം പറഞ്ഞ് മൂപ്പര് ജുമാ തുടങ്ങും. മറ്റേ മൂപ്പർക്ക് എവിടെയും തുടങ്ങിവിടാനാണ്. അങ്ങനെ മൂപ്പര് തുടങ്ങാതിരിക്കാനുള്ള ഒഴിവും പറയും. ഇങ്ങനെ 2 റൂട്ടാണ് മസ്അലകളിൽ. ഈ 2 റൂട്ടിലുള്ള ആലിമീങ്ങളാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോ ആ സമസ്തയിലേക്കുള്ള ആദ്യത്തെ പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കാൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകൾ മണ്ണാർക്കാട്ടത്തിന്റെ ദർസിന്റെ കാലത്ത് അവിടെ നിന്ന് ചെല്ലുന്നത് വാഴക്കാട്ട് ദാറുൽ ഉലൂമിലേക്ക് ശംസുൽ ഉലമാ ഖുതുബി അവരുടെ ദർസിലേക്കാണ്. എന്തിന്? ഖുതുബി അവർകളെ അതിൽ അംഗമായി ചേർക്കാനല്ല. ഖുതുബി അവർകൾ MCC സഹോദരന്മാരും KM മൗലവിയും ഉണ്ടാക്കിയ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുമ്പോ കുട്ടികളുണ്ടാക്കിയ സംഘടനയുടെ എതിർ സംഘടനയാകാൻ ഖുതുബി അവർകൾ പോവൂ. ഖുതുബി അവരുടെ ഉസ്താദല്ലേ.
അവരുടെയൊക്കെ തലമുറ മുതിർന്ന നേതാവല്ലേ? ആ തലമുതിർന്ന നേതാവെന്നത് കൊണ്ട് മഹാനവറുകൾ സമസ്തയിൽ അംഗമായിട്ടില്ല. ഈ ചരിത്രങ്ങളൊക്കെ വിസ്മൃതമായി പോവുകയാണ്. എന്തൊക്കെയോ എഴുതുക ഓരോരുത്തർ സമസ്തന്റെ ചരിത്രം എഴുതുമ്പോ. ഉദവിക്കുട്ടികളൊക്കെ ഇപ്പൊ എഴുതുന്ന സമസ്തന്റെ ചരിത്രം, ഓർക്ക് കൊടുക്കണവർക്ക് എന്ന സമസ്തന്റെ ചരിത്രം കിട്ടും. നമുക്കിത് കിട്ടുന്നത് പഴയ വർഷന്മാരായി ശൈഖുനാവറുകൾ പോലത്തെ ആളുകൾ ആദ്യ മെമ്പർമാരോടുള്ള ബന്ധം കൊണ്ട് അവരിൽ നിന്ന് കേട്ടിട്ട് കിട്ടുക. ശൈഖുനത് ദർസിലും അല്ലാത്തപ്പോഴൊക്കെ പറയലോ അങ്ങനെ കിട്ടുകയാണ്. അല്ലാത്ത തലമുറയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാ? അതുകൊണ്ട് തന്നെ അന്നത്തെ സമസ്ത രൂപീകരിക്കുമ്പോ അവിടെ അംഗങ്ങളായി ചേർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ചെല്ലുന്നത് എവിടേക്കാ? വാഴക്കാട് ദാറുൽ ഉലൂമിലേക്ക്. അന്ന് അതിലേക്ക് ചേർത്തവരാരാ? വാഴക്കാട് ദാറുൽ ഉലൂമിൽ ജമ്മുൽ ജവാമിയും മഹല്ലിയും ബൈളാവിയും ഒക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ശൈഖുന കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവർകളെ പോലുള്ള ആളുകൾ. അത്തരം ആളുകളെ അംഗങ്ങളായി ചേർക്കാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ. അപ്പൊ കണ്ടോ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും മറ്റൊരു റൂട്ടിന്റെ വക്താവായ ബഹുമാനപ്പെട്ട കുത്തുബി അവറുകളും സമന്വയിക്കുന്നു, സമസ്തയുടെ രൂപീകരണത്തിൽ സമന്വയിക്കുന്നു. ഈ സമന്വയിക്കുന്ന സമസ്തയുടെ രണ്ട് റൂട്ടുകളിൽ നിന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന പഴയ സമസ്തയുടെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ തൗഫീഖ് പ്രകാരം, അള്ളാഹു കൽബിലേക്ക് ഇട്ടുകൊടുത്ത ഇൽഹാബ് പ്രകാരം, അങ്ങനെ തന്നെ നാം പറയട്ടെ, നമ്മുടെ പരീക്ഷ അള്ളാഹു പുലർത്തുമാറാവട്ടെ, ആ ഇൽഹാബ് പ്രകാരം ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ ഈ സംഘം രൂപീകരിക്കുന്ന സമയത്ത് ശൈഖുന അവറുകൾ അതിന്റെ സാരഥിയായി കാണുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ആ മഹാപണ്ഡിതന്റെ പ്രധാന ശിഷ്യന്മാരായി ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന മൗലാനൽ മർഹൂം ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവറുകളെയാണ്. അതിനാണ് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ വിളിക്കാൻ പോയത്. ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ 71 അവർ വഫാത്താകുമ്പോ 85 വയസ്സായിട്ടുണ്ട്. 85 വയസ്സ്. 71 വഫാത്താകുമ്പോ 85 വയസ്സാകണത്. ശൈഖുന 85 വഫാത്താകുമ്പോ 80 വയസ്സായിട്ടുള്ളൂ. അറബിൽ, ഇംഗ്ലീഷിൽ 78 വയസ്സായിട്ടുള്ളൂ. ശൈഖുനാന്റെ കൊല്ലം കൊണ്ടുമ്പോ അങ്ങനെ കൂട്ടുന്നത്. കൊല്ലപ്പ് കൂട്ടിയ ജന്നത്തിന്റെ കൊല്ലം ഫാറൂഖ് സാഹിബ് കൂട്ടിയമാതിരി ഇംഗ്ലീഷ് കൊല്ലാണ്. അറബ് കൊല്ലാണെങ്കിൽ 1325 ജനനം വരണം. അപ്പൊ 1437 എന്നിട്ട് കുട്ടിയാൽ കൊല്ലം കിട്ടും. അതാണ് ഇപ്പോഴത്തെ ശൈഖുനായുടെ വയസ്സ്. നമ്മളെ കൊല്ലം വന്നാണ്. ആ കൊല്ലപ്രകാരം ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ 80 വയസ്സാണ്. അറബ് കൊല്ലപ്രകാരം 85 വഫാത്താവുമ്പോൾ 71 ബഹുമാനപ്പെട്ട വഫാത്താവുമ്പോ അന്ന് 85 വയസ്സ്. അപ്പൊ ശൈഖുനാനേക്കാൾ എത്ര വയസ്സ് മൂപ്പുണ്ട്? അതുകൊണ്ടാണ് ശൈഖുന അവിടുന്ന് ഇവിടുന്ന് നിന്നൊക്കെ ആദരവോടുകൂടെ പറയുന്നത്. എന്നിട്ടും തന്നെക്കാൾ വയസ്സിളക്കമുള്ള ശൈഖുന അവറുകൾ കാണാൻ ചെല്ലുമ്പോ ആ വന്യവയോധികരായ പണ്ഡിതർ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നു എന്ന് ദൃക്സാക്ഷിയായ സമദമൗലവി പറയുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ സ്ഥാനം അവരുടെ കണ്ണിലെവിടെയാണ്? ബഹുമാനപ്പെട്ട ഒരിക്കൽ നാദാപുരത്തെ പള്ളിയിൽ ചൊല്ലുമ്പോ അവിടെ ജലാലിനി ദർശനം നടക്കുകയാണ്. വലിയ സദസ്സ്. ശൈഖുനായുടെ കൂടെ അന്ന് ഞാനുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന ചെല്ലുമ്പോ ഓറങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് ആ കിതാബ് എടുത്തിട്ട് മാറത്തിട്ട് ഇങ്ങനെ പിടിച്ചു. ആ പുത്തൻ കാണണ്ട പിടിച്ചിട്ട് ഓർ നിൽക്കണ മൂലക്കിട്ട് നിന്നാണ്. ഇതൊരു വലിയ അത്ഭുതമായി. ആര് ചെന്നാലും ദർസ് നടത്താറല്ലോ. ഒരു ലേശം നിർത്തിയാൽ തന്നെ അവിടെ ഇരിക്കും. മറ്റൊരു ഇരുന്ന് ദർസ് കേൾക്കും. ഓല മുന്നാൾ ദർസ് കേൾക്കും. ആ ദർസ് കഴിഞ്ഞിട്ടേ ഒരു പറയുള്ളൂ സംസാരം. അങ്ങനെ ആക്കി നോക്കും, സംസാരിക്കും. ആ ദർസ് അങ്ങനെ കൊടുക്കും. ബഹുമാനപ്പെട്ട ഓറ് വന്നപ്പോ നമ്മുടെ താജുൽ ഉലമ ചെന്നപ്പോ യാദാപുരത്ത് ഓറ് ദർസ് നടത്തുന്നിടത്ത് നിന്ന് തലക്കണമ വെച്ച് കിതാബ് എടുത്തിട്ട് മെല്ലെ ഓറ് ഇവിടെ മാറത്ത് വെച്ചിട്ട് ഒരു വിദ്യാർത്ഥി നിൽക്കുന്നത് പോലെ മാറി ഇങ്ങനെ. അപ്പോഴാണ് അന്ന് ഓതുന്നവർക്ക് ആരാ ഓറിങ്ങനെ ബഹുമാനിക്കുന്ന ആളുകൾ വരുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളെ ആ സമൂഹം ബഹുമാനിച്ചിരുന്ന രീതിയാണ് ഈ പണ്ഡിത സമൂഹം. ആ പണ്ഡിത സമൂഹത്തിന്റെ ആദരവ് നേടിയ ബഹുമാനപ്പെട്ട ശൈഖുന 2 ഉലമാ താവഴികളെയും ഒന്നിച്ചിട്ട് സമസ്തയുടെ പോലെ തന്നെ ബറക്കത്താക്കപ്പെട്ട ഒരു സംഘടനയായിക്കൊണ്ട് ഈ സംഘടന മുബാറക്കത്തായ സമസ്തയുടെ ശരിയായ തുടർച്ചയുള്ള സമസ്ത എന്നറിയുന്നത് ഉലമാക്കളാണല്ലോ ബലം. പേരിനല്ലല്ലോ ബലം, ഓഫീസിനല്ല ബലം, പേരിനല്ല ബലം, കടലാസിനല്ല ബലം, അംഗത്വത്തിന്റെ കടലാസിനല്ല ബലം, കൊടുത്ത പണത്തിനല്ല ബലം. എന്തിനാ ബലം? സമസ്ത കേരള നായർ സംഘം എന്നൊരു സംഘം പെടുന്നു. സമസ്ത കേരള എന്ന പേരിലാണെങ്കിൽ ആ പേരിന് ബലം വേണ്ടേ? അതാരും പറയാറില്ലല്ലോ. സമസ്ത കേരള നായർ സംഘല്ലേ? അപ്പൊ സമസ്തക്കും അല്ല, കേരളക്കും അല്ല, നായർന്നും അല്ല, പിന്നെന്തിനാ ജംഇയ്യത്തുൽ ഉലമ? അവകാശത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയല്ലത്.
ഇവിടെ രൂപീകരിക്കപ്പെടുന്ന അധിക സംഘടനകളും ഒരു കൂട്ടരുടെ അവകാശ സംരക്ഷണത്തിനാണ്. ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത് സമസ്ത അവകാശത്തിനല്ല, ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടന. ഉലമാക്കളുടെ ധർമ്മം എന്താണ്, ചുമതല എന്താണ്, ഉത്തരവാദിത്തം എന്താണ്, ഇത് നിറവേറ്റുന്നതിന് വേണ്ടി ഒരു സംഘടനയായി നമ്മൾ നിന്നേ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപം കൊണ്ട ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സമസ്തയുടെ തുടർച്ചയായി ഈ സംഘത്തിനിക്ക് ബർക്കത്ത് കിട്ടാൻ ബഹുമാനപ്പെട്ടവർ അന്ന് സമസ്ത രൂപീകരിക്കുമ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കാണിച്ച അതേ ദീർഘദർശിത്വം രണ്ട് സരണിയിലെ കേരളത്തിലെ ഉലമാക്കളെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനാണ് ബഹുമാനപ്പെട്ടവർ അന്ന് ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവരുടെ പ്രസിഡന്റാക്കിയത്. ഖുതുബി അവരുടെ വക്താവും പ്രിയ ശിഷ്യനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ സെക്രട്ടറി. അപ്പൊ പാകിക്കാരന്റെ റൂട്ടിലെ തലമുതിർന്ന അന്നത്തെ നേതാവ് പ്രസിഡന്റും ഖുതുബിയുടെ റൂട്ടിലെ തലമുതിർന്ന അന്നത്തെ ഖുതുബിയുടെ പ്രധാന വക്താവായ ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ തന്നെ സെക്രട്ടറിയുമായ ഒരു ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്വം എന്താണ്, അതിന്റെ കീഴ്ഘടകങ്ങളിലോ വാലിലോ വെളിച്ചത്തിലോ സന്ദേശത്തിലോ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എത്ര മഹാഭാഗ്യവാന്മാർ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നിലനിർത്തുമാറാവട്ടെ. നമുക്കതിന്റെ പേരിൽ അള്ളാഹു ആ മഹാത്മാക്കളോടുകൂടെ കൂട്ടു നൽകുമാറാവട്ടെ. അവരോടൊപ്പം അള്ളാഹു നമുക്ക് ഇടം നൽകുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ, തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ, നമുക്ക് കൊതിക്കാൻ, നമുക്ക് ആശിക്കാൻ പറ്റുന്ന രണ്ട് മഹാവ്യക്തികൾ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് വരിക. ഈ രണ്ട് റൂട്ടുമാണ്. ഈ രണ്ട് റൂട്ടും സമന്വയിച്ച സംഘം നമ്മുടെ സംഘം. ബഹുമാനപ്പെട്ട അതേ ആ റൂട്ടിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇപ്പൊ ശ്രമം. ഈ അടുത്ത കാലത്ത് സമസ്തയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ അവர்களോട് അദ്ദേഹത്തിന്റെ ഉസ്താദ് കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മളിപ്പോ പറയണേ താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവർ ഒരഭിമുഖം സത്യധാരയിൽ വന്നത്. ഈ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ ആദ്യത്തെ സ്വതമുദരിസും പ്രസിപ്പാളുമാണല്ലോ ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവർ. അവര് വേറെ ഏതോ ഒരു സംഘടനയുടെയും സമസ്തക്ക് ബദലായി രൂപീകരിക്കുക സംസ്ഥാനയുടെയും പ്രസിഡന്റായിരുന്നു എന്ന് കേൾക്കുന്നു എന്ന ഈ ചോദ്യത്തിന് മൂപ്പര് എഴുതുമ്പോ എവിടേക്കാ തട്ടുന്നത്, എവിടേക്കാ മുട്ടുന്നത് പറഞ്ഞു വന്നു നോക്കുമ്പോ മൂപ്പരെ അവിടെ പ്രിൻസിപ്പാളാക്കിയതും മൂപ്പരാക്കിയതും മൂപ്പർക്ക് അനാരോഗ്യം കാരണം മൂപ്പർ അവിടുന്ന് പിരിഞ്ഞിട്ട് പിന്നെ മൂപ്പർ അവിടുന്ന് എവിടേക്കും പോയിട്ട് ദർശനത്തിയതായിട്ട് അറിയില്ല. മൂപ്പരവിടുന്ന് പിരിഞ്ഞിട്ട് അവസാന കാലത്ത് മൂപ്പർക്ക് കിതാബുകൾ ദർസ് നടത്തുന്നത് ശരിക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയൂലായിരുന്നു. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയല്ലാതെ കിതാബുകൾ ശരിക്ക് വിവരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ആര്? മൗലാന താഴെക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവർ. അദ്ദേഹത്തെ സമസ്തക്ക് ബദലായി അദ്ദേഹം ഒറ്റപ്പെട്ടപ്പോൾ, അതുകൊണ്ടാണ് അദ്ദേഹം ഒറ്റപ്പെട്ടപ്പോൾ സമസ്തക്ക് ബദലായി വന്ന വല്ല സംഘടനക്കാരും മൂപ്പരെ സമീപിച്ചിട്ടുണ്ടാകാം. അവർക്കതിൽ വല്ല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. പക്ഷെ മൂപ്പർക്ക് ആ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ശരിയായ കൃത്യമായ ബുൽബുലിന്റെ പ്രതികരണം ഈ ലക്കം ബുൽബുലുണ്ട്. അത് വാങ്ങി വായിക്കണമെങ്കിൽ ചോദ്യോത്തരത്തിൽ ഇൻഷാ അല്ലാഹ് ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല. ആ ബുൽബുലിന്റെ മറുപടി വാങ്ങി വായിക്കുക. ഇവിടെയാണ് താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ സംസ്ഥാനക്കാരനല്ല എന്ന് പറയുന്നതിന് രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ 19 കൊല്ലത്തിനിടയ്ക്ക് സമസ്ത പിളരുവാനിടയാക്കിയിട്ടുള്ള ആ തീരുമാനം കേരളീയ സമൂഹത്തിന് ദുരിതമായിരുന്നു എന്ന് അവരുടെ പിന്മുറക്കാർ ആ പിന്മുറയുടെ നേതൃത്വത്തിന്റെ അകത്ത് തീരുമാനിച്ച സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന സമസ്തയുടെ കീഴ്ഘടകത്തിന്റെ യോഗത്തിൽ വെച്ച് അതിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയടക്കം ആ തീരുമാനം ദുരിതമായിരുന്നു കേരള സമൂഹത്തിന്. അതുകൊണ്ട് അത് ഒന്ന് നിയന്ത്രിച്ചേ പറ്റൂ എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ് 50 വർഷം കഴിഞ്ഞത്. ജനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെയും ജനങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന തീരുമാനങ്ങളുടെയും നില ഇതാണ്. അള്ളാന്റെയും ഫിഖ്ഹിന്റെയും എൽമിന്റെയും നിലയാണോ അതൊരിക്കലും ആവശ്യകത ഒരു കാലത്തും പ്രസക്തി വർദ്ധിക്കുകയല്ലാതെ അതിന്റെ ആവശ്യകത വർദ്ധിക്കുകയല്ലാതെ അത് കാലികമല്ലാതായി പോകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ കാലിക ഫിഖ്ഹ്, ന്യൂനപക്ഷ ഫിഖ്ഹ് എന്ന് പറഞ്ഞ ഒരു ഫിഖ്ഹിന് നമ്മൾ നോക്കണ്ട. ഫിഖ്ഹ് പണ്ടത്തെ ഫിഖ്ഹ് തന്നെ മതി. അത് ആ റൂട്ടിലൂടെ പോയ ഏത് കാലത്തേക്കും പരിഹാരമാണ്. അഫിഖ്ഹ് നിലനിർത്താൻ, അതിന്റെ കാലികത ബോധ്യപ്പെടുത്താൻ, അതിന്റെ സത്യതയും അതിന്റെ പ്രസക്തിയും ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഉലമാക്കൾ നിലനിന്നേ പറ്റൂ. ശൈഖുനായുടെ ശിഷ്യന്മാർ നിലനിന്നേ പറ്റൂ. ആ റൂട്ടിലൂടെയുള്ള അധ്യാപനം നിലനിന്നേ പറ്റൂ. ആ റൂട്ടിലൂടെ അധ്യയനം നിലനിന്നേ പറ്റൂ. അവർക്ക് അംഗങ്ങൾ കുറവാവട്ടെ,
അവരെ പഠിക്കാൻ വരുന്നവർ കുറവാകട്ടെ, സ്ഥാപനത്തിൽ അഡ്മിഷൻ അപേക്ഷിക്കുന്നവർ കുറവാകട്ടെ, അവർക്ക് ജോലി സാധ്യതകൾ കുറവാകട്ടെ, അവരൊരു കൂട്ടരിവിടെ വേണം. നമുക്കിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ശൈഖുന അവരുടെ വഫാത്തിന് ശേഷം അവിടുന്ന് ദീർഘദർശനം ചെയ്തതുപോലെ തന്നെ നുസ്റത്തുൽ അനാം എന്ന് അവിടുന്ന് സ്ഥാപിച്ച പത്രം അതിന്റെ മേന്മയോടുകൂടെ അതിന്റെ ശരിയായ റൂട്ടിലൂടെ തന്നെ നിലനിർത്തുന്നതോടൊപ്പം അതിലൊരു കൂട്ടുകാരി ചെറുപ്പക്കാർക്കും ന്യൂ ജനറേഷനും മനസ്സിലാകുന്ന ഭാഷയിൽ SYF-ന്റെ മുഖപത്രം നമുക്കിപ്പോൾ 20 വർഷമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നടത്തിക്കൊണ്ടുവരിക. നമ്മളത് നിലനിർത്തണം. നമ്മൾ ഓരോരുത്തരും അത് നിലനിർത്തണം. നമ്മൾ സ്വയം വരിക്കാരായി ചേരണം, മറ്റുള്ളവരെ വരിക്കാരായി ചേർക്കണം. ബുൽബുലും നുസ്റത്തും ഇത് നിലനിൽക്കൽ തന്നെയാണ് നമുക്ക് പറയാനുള്ള ഒരു വേദി. വേറെ ഏത് പത്രം നമുക്ക് നൽകും? ഇതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിച്ചതുകൊണ്ടല്ലേ ഈ കഴിഞ്ഞ കോളേജ് യോഗം പത്രങ്ങളൊക്കെയും നല്ല മാർക്കുകൾ നൽകി, നല്ല വാർത്തകൾ നൽകി, നല്ല കവറേജ് നൽകിക്കൊണ്ട് നമ്മെ സഹായിച്ചതും പിന്തുണച്ചതും. അങ്ങനെ പിന്തുണക്കണമെങ്കിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. സാന്നിധ്യം അറിയിക്കണമെങ്കിൽ നമ്മുടെ ആശയം അറിയിക്കണം, നമ്മുടെ സന്ദേശമെന്ന് അറിയിക്കണം. അതറിയിക്കാൻ വിഷയങ്ങൾ വരുമ്പോഴേ കേൾക്കൂ. വിഷയം പണ്ടത്തേതിന്റെ ആവർത്തനമാണ്. ആ ആവർത്തനങ്ങളിൽ സത്യവിഷയങ്ങൾ നമുക്ക് പറയാൻ ശൈഖുനായിൽ നിന്ന് പഠിച്ചു വെച്ച അറിവ് വെച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അങ്ങനെ കൈമാറപ്പെട്ടു വരുന്ന അറിവ് വെച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അന്ത്യനാൾ വരേക്കും കേരളത്തിൽ ഇൽമും ദീനും ഖിയാമവും സംഭവിക്കുമോ എങ്കിൽ ആ സംഭവിക്കുന്നത് വരെയുള്ള കാലം വരേക്കും ഇവിടെ ഇതിന്റെ ഒരു ചെറിയ വെളിച്ചം നിലനിൽക്കട്ടെ. നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിൽ നമുക്ക് പങ്കുവേണം, നമ്മുടെ പിന്മുറക്ക് പങ്കുവേണം. അതിൽ നമ്മുടെ പങ്കെന്തെന്ന് രേഖപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ ചുമതല നിർവഹണം. ഈ ബാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രായം ചെന്ന നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠ സഹോദരന്മാർ നമുക്ക് നൽകുന്ന ഉപദേശവും നിർദ്ദേശവും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഇത് ഏറ്റെടുക്കുകയും ഈ സംഘവും ഇതിന്റെ പത്രവും ഇതിന്റെ സ്ഥാപനങ്ങളും ഇതിന്റെ സംരംഭങ്ങളുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നയിക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വം വരുമ്പോൾ അത് നയിക്കുന്നതിനും, എഴുതാൻ ഉത്തരവാദിത്വം വരുമ്പോൾ എഴുതുന്നതിനും, പ്രസംഗിക്കാൻ ഉത്തരവാദിത്വം വരുമ്പോൾ പ്രസംഗിക്കുന്നതിനും അതിൽ വേണ്ടുന്ന സഹായം എപ്പോൾ ചെയ്യണോ ആ സഹായം. ഒക്കെയാണ് ശൈഖുനാന്റെ നുസ്റത്തുൽ അനാം എന്നല്ല പേരിട്ടത്. ജനസഹായം എന്നാണ് ആ മനസ്സ്. ജനങ്ങളെ സഹായിക്കുകയാണ് എന്നാണ് ആ മനസ്സ് പറയുന്നത്. ജനങ്ങളെ സഹായിക്കുക. എന്റെ ദൗത്യം എന്താണ്? നുസ്റത്തുൽ അനാം. കൽബിന്നാണുള്ളതൊക്കെ വരിക, പേരൊക്കെ വരിക. കൽബിന്ന് വരുന്ന പേര്, ആ തെളിച്ചമുള്ള കൽബിൽ നിന്ന് വരുന്നത് ജനങ്ങൾക്ക് സഹായം നിലനിൽക്കണം. വിലമാക്കണം. അതിനാണ് ജനങ്ങളെ സഹായിക്കാൻ, അവരുടെ ദീന് കാക്കാൻ, അവരുടെ പരലോകത്തിന് വേണ്ടി സഹായിക്കാൻ, അവരുടെ ഇഹലോക പ്രശ്നങ്ങൾക്ക് സഹായിക്കാൻ. വഴിയറിയാത്ത അന്ധകാരം രാഷ്ട്രീയ രംഗത്തും രാജ്യത്തും വരുമ്പോ അവിടത്തെ സത്യം എന്താണെന്ന് തുറന്നു പറയാം. മതം, രാഷ്ട്രീയം എന്നീ വിഷയങ്ങളിൽ സത്യം തുറന്നു കാട്ടുന്ന ഏക മലയാള മാസിക. ഇതിന്റെ വാക്യം അതായിരുന്നില്ലേ? അതങ്ങനെ തന്നെയാണ് ഇതിന്റെ വാക്യം. നമ്മൾ സത്യം, സ്വതന്ത്രം, നിഷ്പക്ഷം എന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ന്യൂ ജനറേഷൻ ഇഷ്ടം അതാണ്, കുറച്ച് നീട്ടാതെ പറയില്ല. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ അതേ ദൗത്യം നിർവഹിക്കുന്ന പത്രവും ബുൽബുലും സ്ഥാപനങ്ങളുമൊക്കെ അതിന്റെ പിൻതലമുറയിൽപ്പെട്ട നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ മക്കൾ സംരക്ഷിക്കണം, നമ്മുടെ കുട്ടികളെ ആ വഴിക്ക് വളർത്തണം നമ്മൾ. അതിന് അല്ലാഹു തആല തുണക്കുമാറാവട്ടെ. ഇവിടെ പലരും വന്ന് ഞാൻ ഈശ്വരനാണ്, പലരും തന്നത് പല സഹായങ്ങളും പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഈ നാളെയും ഇതൊക്കെ പ്രത്യേകം ചെയ്യും. നമ്മളിതിന് തിരിച്ചിട്ടൊന്നല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ആളുകൾ അല്ലാഹു തആല